بسم الله الرحمن الرحيم الحمد لله رب العالمين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين اما بعد. റമദാനുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് ഈ ദർസുകളിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ദർസിൽ ഇൻഷാ അള്ളാഹ് നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പിൻ്റെ നീയത്തുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അള്ളാഹ്. لا يصح صوم إلا بنية ومحلها القلب والتلفظ بها بدعة. لا يصح എന്നാണ് ശരിയാവുകയില്ല. لا يصح صوم അതർത്ഥം നോമ്പ് ശരിയാവുകയില്ല എന്നല്ല. പിന്നെ അലിഫ്ലാമില്ല അവിടെ. അപ്പോൾ എങ്ങനെ ഇരിക്കും? ലാ യസിഹു സൗമുൻ അല്ല അല്ല ലാ യസിഹു സൗമുൻ അലിഫ്ലാമില്ലാതെ വന്നത് നക്കിറാണ്. ഒരു നോമ്പ് ലാ യസിഹു സൗമുൻ ഒരു നോമ്പും ശരിയാവുകയില്ല. ഇല്ലാ ബിനിയത്തിൻ നീയത്തില്ലാതെ. നീയത്തില്ലേ നോമ്പ് ശരിയാവുകയില്ല. നോമ്പിന് നീയത്ത് നിർബന്ധമാണ്. ഏതെല്ലാം ഇബാദത്തുകളുണ്ടോ അതിനെല്ലാം നീയത്ത് നിർബന്ധമാണ്. വമഹല്ലുഹ ഖൽബു വമഹല്ലുഹ മഹല്ല് സ്ഥലം സ്ഥാനം. വമഹല്ലുഹ വമഹല്ലേഷ് വമഹല്ലു നീയത്തി നീയത്തിൻ്റെ സ്ഥാനം ഏതാണ്? അൽ ഖൽബു ഹൃദയമാണ്. ഹൃദയത്തിലാണ് നീയത്തിൻ്റെ സ്ഥാനം, നാവിലോ ശരീരാവയവങ്ങൾ കൊണ്ടോ അല്ല. വത്തലഫുദു ബിഹാ ബിദ്അത്തുൻ. വത്തലഫുദ് തലഫദ അതാ ലഫ്ദ് എന്ന് പറയുന്നത് വാക്ക്. തലഫദ വാക്കായി ഉച്ചരിക്കുക. വത്തലഫുദു ബിഹ ബിഹ ബേഷ് ബിന്നിയത്ത് നീയത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്നത് ബിദ്അത്തുൻ എന്താണ്? ബിദ്അത്താണ്. 3 പാഠങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ കാര്യം, നോമ്പ് എന്നല്ല ഏത് ഇബാദത്തും സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിനുള്ള നിബന്ധനയാണ് നീയത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. നീയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖസ്ദ് എന്നാണ്, ഉദ്ദേശം. ഒരു കാര്യം ഉദ്ദേശിക്കുക, തീരുമാനിക്കുക, ലക്ഷ്യം വെക്കുക, അതാണ് നീയത്ത് എന്നതുകൊണ്ട് അതിനെ അർത്ഥമാക്കുന്നത്. 2 രൂപത്തിലാണ് ഇസ്ലാമിലെ നീയത്തുള്ളത്. ഒന്ന് നീയത്തു അൽ മഅമൂലി ലഹു, 2 നീയത്തു അൽ തമീസ്. ഒന്ന് നീയത്തുൽ മഅമൂലി ലഹു. എളുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞാൽ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നീയത്ത്. ആർക്കാണിത്, എന്താണിത്? ആർക്കാണിത്, എന്താണിത്? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നീയത്തിൽ ഉണ്ടാവേണ്ടത്. ലിമൻ, അതുപോലെ മാഹാദ അല്ലെങ്കിൽ മാദ. ആർക്കു വേണ്ടി, അതുപോലെ എന്താണ് ഈ ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് നീയത്തിൻ്റെ അടിസ്ഥാനം. അതിൽ ഒന്നാമത്തെ കാര്യം ലിമൻ, ആർക്കു വേണ്ടിയാണിത്, അതാണ് നീയത്തുൽ മഅമൂൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഅമൂൽ എന്ന് പറഞ്ഞാൽ എന്താ? മഅമൂലി ലഹു. മഅമൂൽ എന്ന് പറഞ്ഞാൽ അമൽ, പ്രവർത്തിച്ചു. മഅമൂൽ പ്രവർത്തിക്കപ്പെടുന്നു. മഅമൂൽ ലഹു ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിനാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതാണ് ശരി. ഒന്നാമത്തേത് നീയത്തുൽ മഅമൂലി ലഹു, ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആർക്കു വേണ്ടി ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ്. അതാണ് ഇഖ്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബയ്യിനയിൽ എന്താ പറഞ്ഞത്? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാനോ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ടുമായിരിക്കണം അത് നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഏത് ഇബാദത്താണോ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പ്രസിദ്ധമാണ്. ഏതാ ഹദീസ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാതി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യനും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നോമ്പ് നിർവഹിക്കുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ നോമ്പ് പ്രതിഫലം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നോമ്പുകൊണ്ട് ഉപദ്രവം ഉണ്ടാവുകയും ചെയ്യും, അവന് അള്ളാഹുവിന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, അമലു സാലിഹാത്തുകൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാര്യം, നോമ്പ് നിങ്ങൾക്കറിയാം ഒരു ഇബാദത്താണ് എന്നതിനോടൊപ്പം അതിൽ ശാരീരികമായ അനേകം ഉപകാരങ്ങളുമുണ്ട്. അപ്പോൾ ആളുകളുടെ നീയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ദുനിയാവിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ നോമ്പെടുത്താൽ അല്ലെങ്കിൽ ഇബാദത്തുകൾ ചെയ്താൽ അതിൻ്റെ വിധി എന്താണ്? അതിൽ വിശദമായ
അഭിപ്രായങ്ങളുണ്ട്. അതിൻ്റെ ചുരുക്കം പറയാം. ഒന്നാമത്തെ കാര്യം, ഒരാൾ അവൻ്റെ നോമ്പ് കൊണ്ട് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ ഉദ്ദേശിക്കാതിരിക്കുക. അതാണ് ഏറ്റവും അഫ്ളലായ അവസ്ഥ. നോമ്പ് കൊണ്ട് അവൻ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കുക. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ഉദ്ദേശിക്കുക. അതാണ് ഏറ്റവും അഫ്ളലായ അവസ്ഥ. അള്ളാഹുവിൻ്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കുക. വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസീറ. അവർ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്താ അവർ പറയുന്നത്? ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞേക്കാണ്, ഒരു മനുഷ്യൻ ആളുകളെ സഹായിച്ചതിന് ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്താൽ മതിട്ടോ എന്ന് പറയുന്നത് ഇതിന് വിരുദ്ധമാണ്. കാരണം അവൻ്റെ ദ്വാ കിട്ടാൻ വേണ്ടിയിട്ടല്ല നീ ഇത് ചെയ്യേണ്ടത്. അള്ളാഹു നിന്നെ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ്. അവൻ നിനക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ടാകരുത്. അത്ര പോലും ചോദിക്കരുത്. സദഖ കൊടുത്താൽ കൊടുക്കുക, പോരാ. അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുത്താണ്. അതായിരിക്കണം ഏറ്റവും അഫ്ളലായ, അതാണ് ഏറ്റവും അഫ്ളലായ അവസ്ഥ. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇതിൻ്റെ നേർവിപരീതം. ഒരു മനുഷ്യൻ അവൻ്റെ ഇബാദത്ത് കൊണ്ട് ദുനിയാവല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കുക. വേറെ ഉദ്ദേശമൊന്നുമില്ല, ദുനിയാവ് മാത്രമാണ് അവൻ്റെ ഉദ്ദേശം. എന്താ അവൻ്റെ അവസ്ഥ? എൻ്റെ അമൽ സ്വീകരിക്കോ? ഇല്ല, അവൻ്റെ അമൽ ഒരു നിലക്കും സ്വീകരിക്കപ്പെടുകയില്ല. ഒരാൾ നോമ്പെടുക്കുന്നത് അവൻ്റെ ആരോഗ്യം നന്നാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമേ അവനുള്ളൂ. അതല്ലാതെ വേറെ യാതൊരു ഉദ്ദേശമൊന്നുമില്ല. അവൻ നോമ്പിൽ വിശ്വാസമില്ല, നോമ്പിനെ കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ല. അവൻ്റെ നോമ്പ് സ്വീകരിക്കുമോ? ഇല്ല. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ലാ യുബ്ഖസൂൻ. ആരെങ്കിലും ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അമൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ദുനിയാവിലുള്ളത് അവന് കൊടുക്കും. ദുനിയാവിലുള്ളത് കൊടുക്കുന്നതിനാൽ ആരെങ്കിലും ദുനിയാവ് ഉദ്ദേശിച്ച് അമൽ ചെയ്താൽ ദുനിയാവ് കൂടുതൽ കൊടുക്കുന്നതാണോ? അല്ല. ദുനിയാവിൽ ഉദ്ദേശിച്ചത് കൊടുക്കുക, അതിൽ പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടാവില്ല. ദുനിയാവിൽ എന്താണോ അവൻ ഉദ്ദേശിച്ചത് കിട്ടും. ദുനിയാവ് ഉദ്ദേശിച്ച ഒരാൾ ചെയ്താൽ അതുകൊണ്ട് അവന് കൂടുതൽ ദുനിയാവ് കിട്ടാനൊന്നുമില്ല. അവനെന്താണോ ദുനിയാവിൽ നിശ്ചയിക്കപ്പെട്ടത് കൊടുക്കുന്നതാണ്. എന്നാൽ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ല അന്നാർ. ഈ കൂട്ടർക്ക് പരലോകത്തെത്തിയാൽ നരകമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല. വഹബിത മാ സനഉ ഫീഹാ വബാതിലു മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതെല്ലാം നിഷ്ഫലമാകുന്നതാണ്. അവർ ചെയ്തു കൂട്ടിയതെല്ലാം ബാത്തിലായി നിഷ്ഫലമായി പോകുന്നതാണ്. അപ്പോൾ നോമ്പിൽ ഒന്നല്ലേ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കുക, അല്ലെങ്കിലോ ദുനിയാവ് ഉദ്ദേശിക്കുക. ദുനിയാവ് മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ അമൽ സ്വീകരിക്കില്ല. 3, ഒരു ഇബാദത്ത് ചെയ്താൽ നിർബന്ധമായും ലഭിക്കുന്ന, അതായത് ഈ ഇബാദത്ത് ചെയ്താൽ നിർബന്ധമായിട്ട് ഇത് സംഭവിക്കും, അതല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. ഇബാദത്ത് ചെയ്താൽ ഉറപ്പാണ് ഈ പറഞ്ഞ ഫലം, ദുനിയവിയായ എന്തെങ്കിലും ഒരു ഫലം അതിനോടൊപ്പമുണ്ട്, അതില്ലാതെ അത് സംഭവിക്കുകയില്ല. അനിവാര്യമായി ലഭിക്കുന്ന, അത് ഒരിക്കലും അതില്ലാതെ ഇതുണ്ടാവാൻ സംഭവിക്കില്ല. അങ്ങനെ അനിവാര്യമായി ലഭിക്കുന്ന എന്തെങ്കിലും ഭൗതിക നേട്ടം ഒരാൾ ഉദ്ദേശിച്ചാൽ അതുകൊണ്ട് അവന് പ്രശ്നമില്ല. പക്ഷേ അവൻ്റെ അസ്ലുന്നീയത്ത് എന്തായിരിക്കണം? ഇബാദത്തായിരിക്കണം. അസ്ലുന്നീയത്ത് എന്തിനായിരിക്കണം? ഇബാദത്തായിരിക്കണം. പക്ഷേ അതിനോടൊപ്പം സ്വാഭാവികമായിട്ട് ഇത് ലഭിക്കും. അപ്പോൾ അവന് മനസ്സിലെ ഉദ്ദേശം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതെന്തായിരിക്കണം? തബഅയിരിക്കണം, ഇതിൻ്റെ പിറകിലുള്ളതായിരിക്കണം. അത് പ്രധാനപ്പെട്ട ഉദ്ദേശമാകരുത്. അപ്പം അതിന് ഉദാഹരണമായി പണ്ഡിതന്മാർ പറഞ്ഞു, യുദ്ധത്തിൽ ഗനീമത്ത് ഉദ്ദേശിക്കുക എന്നുള്ളത്. യുദ്ധം ചെയ്താൽ, ഒരാളെ വധിച്ചാൽ, ശത്രുവിനെ വധിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ അവിടുന്ന് പറഞ്ഞു, മൻ ഖതല ഖതീലൻ ഫലഹു സലബുഹു. ആരെങ്കിലും ഒരു യുദ്ധത്തിലൊരു ശത്രുവിനെ വധിച്ചാൽ അവൻ്റെ പക്കലുള്ള ആയുധവും മറ്റു കാര്യങ്ങളും ആരാണോ അവനെ വധിച്ചത് അവന് ലഭിക്കും. അപ്പോൾ അത് ഒരാൾക്ക് ഉദ്ദേശിക്കാം. കാരണം ഉദ്ദേശിക്കാം എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്, അല്ലെങ്കിൽ അത് പറയില്ലല്ലോ. മനസ്സിലായി പറഞ്ഞേ? ഇതേപോലെ തന്നെ നോമ്പ് ഒരാൾ നോക്കുകയാണ്, പക്ഷേ അവൻ്റെ നോമ്പിൻ്റോടൊപ്പം അവൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ? അവൻ്റെ ആരോഗ്യം ഒന്ന് നന്നാവണം, കുറച്ചായി ഭക്ഷണം കൂടിയിട്ട് ഭക്ഷണം ഒന്ന് കുറക്കും ചെയ്യാം നോമ്പിൻ്റെ അടിസ്ഥാനത്തിൽ. ഇത് സ്വാഭാവികമാണ്. നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് ഇതെന്തായാലും ലഭിച്ചുകൊണ്ടിരിക്കുക, നിർബന്ധമാണ്. നോമ്പ് നോറ്റാൽ എന്തായാലും അവൻ ഭക്ഷണം ഒഴിവാക്കുന്നു, അതിൻ്റേതായ ആരോഗ്യമായ ഫലങ്ങൾ അവന് ലഭിക്കുന്നതാണ്. പക്ഷെ അതെന്താകാൻ പാടില്ല? അടിസ്ഥാനപരമായ നിയ്യത്ത് അതാകാൻ പാടില്ല. അടിസ്ഥാന നിയ്യത്ത് ഏതാ? അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക എന്നതായിരിക്കണം. ഇതാണ് ഈ പറഞ്ഞതിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് നോമ്പിൻ്റെ ഇബാദത്തിൻ്റെ നിയ്യത്തിൽ. ഇപ്പം നിയ്യത്തിൻ്റെ ഒന്നാമത്തെ രൂപം ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ് ഈ ചെയ്യുന്നത് എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട നിയ്യത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് പൊതുവെ ഫുഖഹാക്കൾ
നമ്മൾ ഫിഖിൻ്റെ കിതാബ് എടുത്താൽ ഈ നിയ്യത്തിനെ കുറിച്ചാണ് പറയുക. മറ്റേത് ഏത് കിതാബിലുണ്ടാവുക? ഇഖ്ലാസ് ഇതിനെ കുറിച്ചിട്ട് അത് അഖീദൻ്റെ കിതാബുകളുണ്ടാവുക. ഇത് ഫിഖിൻ്റെ കിതാബിലുണ്ടാവുക. രണ്ടാമത് പറയുന്ന ഈ നിയ്യത്താണ് പൊതുവെ ഫിഖിൻ്റെ കിതാബിൽ ചർച്ച ചെയ്യുന്നത്. അതായത് ഇബാദത്തുകളെ പരസ്പരം വേർതിരിക്കുന്നതിനു വേണ്ടി, അതുപോലെ ഇബാദത്തും ആദത്തും വേർതിരിക്കുന്നതിനു വേണ്ടി ഒക്കെ മനസ്സിൽ കരുതിയിരിക്കേണ്ട നിയ്യത്ത്. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി നിസ്കരിക്കാൻ നിൽക്കുന്നു. അവൻ എന്താണ് ഇനി നിസ്കരിക്കാൻ പോകുന്നത്? കേവല തഹിയ്യത്താണോ? അതല്ല നിസ്കാരത്തിന് മുൻപുള്ള റാത്തിബത്താണോ? അതല്ല മുത്ലഖായ നിരുപാധികമുള്ള ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരമാണോ? ദുഹാ നിസ്കാരമാണോ? എന്താണ്? അല്ലെങ്കിൽ ഫർദ് നിസ്കാരമാണോ? എന്താണ് അവൻ നിർവഹിക്കാൻ പോകുന്നത്? അതിന് വേർതിരിക്കുന്നത് നിയ്യത്താണ്. പറഞ്ഞേ, ഇബാദത്തുകൾ തമ്മിൽ വേർതിരിക്കുക. അതായത് നേരത്തെ ചോദിച്ചത് എന്താണ് ഈ ചെയ്യുന്നത്, അതിനുള്ള ഉത്തരമാണ് നിയ്യത്തിൻ്റെ രണ്ടാം ഭാഗം. ഒന്നാമത്തേത് ആർക്കാണ് ചെയ്യുന്നത്, രണ്ടാമത്തേതോ എന്താണ് നീ ചെയ്യുന്നത്. നീ ഫർദാണോ നിസ്കരിക്കുന്നത്, സുന്നത്താണോ, സുന്നത്തിൽ തന്നെ ഏതാണ് നീ നിസ്കരിക്കുന്നത്? അതല്ല നീ കേവലം ഒരു ആദത്താണോ ചെയ്യുന്നത്, ഇബാദത്താണോ? ഉദാഹരണത്തിന് ഒരാൾ നല്ല വെയിലത്ത് നടക്കുമ്പോൾ അയാൾ ഒരു പള്ളി കണ്ടപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരം ഇരുന്നു, രാവിലെ മുതൽ ചൂട് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് അവന് പ്രതിഫലമുണ്ടോ? ഇല്ല, അവന് ചൂട് കൊള്ളാതിരിക്കാൻ വേണ്ടി കയറിയിരുന്നതാണ്. തണൽ കൊള്ളുക എന്നതാണ് അവൻ്റെ ഉദ്ദേശം. എന്നാൽ അവൻ കയറിയിരിക്കുമ്പോൾ അവൻ ഇഅ്തികാഫിൻ്റെ ഉദ്ദേശത്തിലാണെങ്കിലോ അത് ഇബാദത്താണ്. മറ്റേത് ആദത്താണ്. മനസ്സിലായി പറഞ്ഞത്? ഈ രണ്ടു കാര്യങ്ങളും വേർതിരിക്കുക എന്നത് ഇബാദത്തിൻ്റെ നിയ്യത്തിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട. അപ്പം നിയ്യത്ത് എത്ര തന്നെ? രണ്ട് കാര്യം. ഒന്ന് ആർക്കാണ് ചെയ്യുന്നത്, രണ്ട് എന്താണ് ഈ ചെയ്യുന്നത്, എന്താണ് ഈ ചെയ്യുന്നത്. ഇത് രണ്ടും നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിയ്യത്തിൻ്റെ സ്ഥാനം ഖൽബാണ്, മനസ്സിലാണ് നിയ്യത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിയ്യത്ത് ചൊല്ലി പറയണമെന്ന് പറഞ്ഞ ആളുകൾ വരെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഒരാൾ നിസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ അവൻ ദുഹർ നിസ്കാരം എന്ന് ഉദ്ദേശിച്ചു, പക്ഷേ നാവ് കൊണ്ട് പറഞ്ഞപ്പോൾ നവൈതു അൻ ഉസല്ലി അൽ അസ്റ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, അവൻ്റെ നിസ്കാരം സഹീഹാണ്. അത് ഏതാണ്ട് ഈ നിയ്യത്ത് ചൊല്ലി പറയണമെന്ന് പറഞ്ഞ ആളുകൾ വരെ അഭിപ്രായ വ്യത്യാസമില്ലാതെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരാൾ അബദ്ധത്തിൽ നാവ് കൊണ്ട് നവൈതു അൻ ഉസല്ലി അസ്റൻ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, അവൻ ഉദ്ദേശിച്ചത് ദുഹറാണ്, മനസ്സിൽ ഉദ്ദേശിച്ചത് ദുഹറാണ്. അവൻ ഏതാ കിട്ടുക? അവൻ ദുഹറാൻ ലഭിക്കുക, അവൻ നിസ്കരിച്ചത് ദുഹറാണ്. നാവ് കൊണ്ട് അവൻ പറഞ്ഞത് തെറ്റിയാൽ പോലും നിയ്യത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? ഹൃദയമാണ്. നിയ്യത്തിൻ്റെ സ്ഥാനം ഹൃദയമാണ്. യഥാർത്ഥത്തിൽ ആളുകൾക്ക് വസ്വാസ് നിയ്യത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ചില ഫുഖഹാക്കൾ എന്തു പറഞ്ഞത്, നാവ് കൊണ്ട് ചൊല്ലിക്കോ എന്ന് പറഞ്ഞത്. ചില ആളുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കി നിയ്യത്തിൽ ഭയങ്കര വസ്വാസം ഉണ്ടാവും. നിസ്കരിക്കാൻ ഞാൻ നിയ്യത്തെട്ടിയോ എന്നുള്ള ചിന്തയിലായിരിക്കും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി എന്നാൽ നീ നിയ്യത്ത് വെച്ചിരുന്ന് ഉറപ്പിക്കാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്തോ, നാവ് കൊണ്ട് അങ്ങ് പറഞ്ഞോ എന്ന് ചില ആളുകൾ പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് പിന്നെ ഉണ്ടായ ഫിത്ന എന്താ? അതിനേക്കാൾ വലിയ വസ്വാസായി. നിയ്യത്ത് ചൊല്ലുന്ന ആളുകൾ അവസാനം ചർച്ച പോയി നിയ്യത്ത് വേണമെന്നായി. നിയ്യത്ത് വെക്കണേന് അതിനൊരു നിയ്യത്ത് ഇനി ആവശ്യമുണ്ടോ? നിയ്യത്ത് വെച്ചാൽ തന്നെ നിയ്യത്ത് ചൊല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. ഓരോ വാക്ക് ഉച്ചരിക്കുമ്പോൾ അത് ചിന്തിക്കണം എന്നാണ്. നവൈതു അപ്പോൾ അത് ചിന്തിക്കണം. അൻ ഉസല്ലി അപ്പോൾ സലാത്ത്, അപ്പോൾ ഫർദൻ അപ്പോൾ ഫർദ്, ഖൽഫൽ ഇമാമിൻ്റെ പിറകിൽ, ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കും. അതുകൊണ്ട് ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ കണ്ടില്ല, നിങ്ങൾ നിയ്യത്ത് ചൊല്ലാന്ന് പറഞ്ഞിട്ട് ആ നൃത്തം നിൽക്കും, കുറേ നേരം കാണാതെ ചൊല്ലുന്നതാണ്. കാരണം എന്താ, പിന്നെ മനസ്സിൽ തുറച്ചിട്ടില്ല. നോക്കൂ, ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ദീനിൽ പഠിപ്പിക്കാത്ത പുതിയതൊന്നും ഉണ്ടാക്കിയാൽ പിന്നെ അതിനെക്കൊണ്ടുണ്ടാകുന്ന 10 പുതിയ പ്രശ്നങ്ങളായിരിക്കും. വസ്വാസ് ഇല്ലാതെയാക്കാൻ വസ്വാസ് പരിഹരിക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിഹാരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ പുതിയ മാർഗം കൊണ്ടുവരിക എന്നുള്ളത്, ദീനിൽ പുതിയ മാർഗ്ഗങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പരിഹാരത്തെക്കാൾ വലിയ പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടാക്കുക. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ആളുകൾക്കിടയിൽ പിന്നെ ഈ പറഞ്ഞ് നിയ്യത്തിൽ എന്തൊക്കെ പറയണം എന്നതിൽ എത്ര ശക്തമായ അഭിപ്രായ വ്യത്യാസം കാണാം. പിന്നെ കല്യാണത്തിന് മുമ്പ് നിയ്യത്ത് വെക്കുമ്പോൾ ഏത് മദ്ഹബാണെന്ന് പറയണോ, അപ്പം മദ്ഹബിൻ്റെ ഇമാമിൻ്റെ പേര് പറയണോ,
ഇങ്ങനെ ഇങ്ങനെ ചർച്ചകൾ കാട് കയറിപ്പോയത് കാണാം. നിയത്ത് ചൊല്ലി പറയേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിട്ട് നിയത്ത് ചൊല്ലി പറയുക എന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം സ്വഹാബികൾ ആദ്യം മുതൽ അവസാനം വരെ സൂക്ഷ്മമായി വിവരിച്ചു തന്നിട്ടുണ്ട്. പറഞ്ഞ് അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ അവിടുത്തെ താടി അത് ഇളകുന്നത് കാണാൻ സാധിക്കുമായിരുന്നു എന്നത് വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അവിടുന്ന് നിസ്കാരത്തിന് മുൻപ് നിയ്യത്ത് ചൊല്ലി പറഞ്ഞതായി ഒരാൾ പോലും പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അവിടുന്ന് നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ നിയ്യത്ത് ചൊല്ലി പറയുക എന്നത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത വഴിയാണ്. ഫുഖഹാക്കളിൽ ചിലർ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവർ പറഞ്ഞ ആളുകൾ അവർക്ക് ശരിയാണെന്ന് മനസ്സിലായ അഭിപ്രായം പറഞ്ഞതായിരിക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാർഗമാണ് പിൻപറ്റാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്. നിയ്യത്ത് ചൊല്ലി പറയുക എന്നത് ബിദ്അത്താണ്. അപ്പോൾ നോമ്പിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണാം, നിയ്യത്ത് മൈക്കേ കൂടെ ചൊല്ലി പറയുന്നത് കാണാം. പള്ളിയിലിരുന്നിട്ട് തറാവീഹ് നിസ്കാരത്തിന് ശേഷം രസകരമായ കാര്യം, ചിലപ്പോൾ രോഗിയായ ആളിത് പറയുന്നുണ്ടാവും. അടുത്ത ദിവസം നോമ്പ് വെക്കുന്നുണ്ടാവില്ല, എന്നാലും അവൻ ചിലപ്പോൾ ആൾക്കാരൊപ്പം ഇരുന്നിട്ട് അത് പറയുന്നുണ്ടാവും. അവൻ ചിലപ്പോൾ അടുത്ത ദിവസം നോമ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അസുഖമാണ്, ആളുകളുടെ വിവരക്കേട് കൊണ്ട് സംഭവിക്കുന്നതാണിത്. ഫയജിബു തബീതു നിയ്യത്തി ലിസൗമിൽ ഫർദി കസൗമി റമദാൻ ഔ ഖദാഇഹി ഔ നദ്രിൻ ഔ കഫാറ. ഫയജിബു ഇതിനാൽ നിർബന്ധമാണ്, തബീതു നിയ്യത്തി നിയ്യത്ത് തബീത്ത് ചെയ്യൽ. തബീത്ത് എന്ന് പറഞ്ഞാൽ ബയ്യത്ത എന്നതിന് വന്നാണത്. ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി കഴിച്ചു കൂട്ടാനാണ്. ബയ്യത്ത എന്ന് പറഞ്ഞാൽ രാത്രി ഇപ്രകാരം കഴിച്ചു കൂട്ടണം, രാത്രിയിലാക്കണം. എന്ത്? ഫയജിബു തബീതു നിയ്യത്തി, രാത്രിയിൽ നിയ്യത്ത് വെച്ചിരിക്കണം. നോമ്പിൻ്റെ നിയ്യത്ത് എപ്പോഴും വെക്കണ്ടേ? രാത്രിയിൽ വെച്ചിരിക്കണം. ഏത് നോമ്പിന്? ലിസൗമിൽ ഫർദി, ഫർദായ നോമ്പുകൾക്ക്. ഫർദ് നോമ്പുകൾക്ക് നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത്? രാത്രിയിൽ. അത് വരാനിരിക്കുന്ന നോമ്പിൻ്റെ നിയ്യത്ത് ആ നോമ്പിന് തൊട്ട് മുൻപുള്ള രാത്രിയിൽ വെച്ചിരിക്കണം. അതായത് മനസ്സിൽ നിയ്യത്ത് കരുതിയിരിക്കണം, ഞാൻ നോമ്പെടുക്കാൻ. ആൾക്കാർ ചിലപ്പോൾ സുബൈക്ക് മുൻപ് അത്താഴത്തിന് എണീച്ചിട്ട് അത്താഴമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സുബൈ ബാങ്ക് കൊടുത്തതിന് ശേഷം കാണാൻ ചിലപ്പോൾ പറയുന്നത്, ഞാൻ നിയ്യത്ത് വെച്ചോ എന്ന് സംശയമുണ്ട് എനിക്ക്, പിന്നെ നോമ്പ് ശരിയായോ? നീ പിന്നെ എന്തിനാണ് അത്താഴം കഴിച്ചത്? നോമ്പ് വെക്കാന്നുള്ള ഉദ്ദേശത്തിലല്ലേ? ആളുകൾക്ക് നിയ്യത്ത് വെച്ചോ എന്നുള്ളത് ഭയങ്കരമായ വസ്വാസ് കയറി കൂടുന്ന കാര്യമാണ്. നിയ്യത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് രാത്രി കിടക്കുന്നതിന് മുൻപ് ഇൻഷാ അല്ലാഹ് നാളെ നോമ്പ് വെക്കണം എന്ന് ചിന്തിക്കൽ, അല്ലെങ്കിൽ ഇത് റമദാൻ മാസമാണെന്ന് ആലോചിക്കൽ, അതുപോലെ തന്നെ അത്താഴത്തിന് എണീക്കണം എന്ന് വിചാരിച്ചിട്ട് അലാറം വെക്കൽ. ഇതൊക്കെ നിനക്ക് നോമ്പ് നിയ്യത്തുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. പിന്നെ അത് അത്താഴം വരെ തിന്നിട്ട് ഒരാൾ പറയാം ഞാൻ നിയ്യത്ത് വെച്ചോ എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് വസ്വാസാണ്. അങ്ങനെ വസ്വാസ് വിചാരിക്കേണ്ടതില്ല. നീ അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുക, അതാണ് നിയ്യത്ത്. അത്രേ ഉള്ളൂ നിയ്യത്ത്. സഹാബികൾക്കിടയിൽ ഇതൊരു ഇഷ്കാലായിരുന്നില്ല. അമൽ ചെയ്യാൻ, പ്രവർത്തിക്കാൻ മനസ്സിൽ കരുതിയാൽ അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഫയജിബു തബീതു നിയ്യത്തി ലിസൗമിൽ ഫർദി. ഇത് ഏത് നോമ്പിനാണ് ബാധകം? ഫർദായ നോമ്പുകൾക്ക്. ഫർദ് നോമ്പുകൾക്ക് നിയ്യത്ത് രാത്രിക്ക് മുൻപ് ഉണ്ടായിരിക്കുക എന്നത് നിർബന്ധമാണ്. കസൗമി റമദാൻ, ഉദാഹരണത്തിന് റമദാൻ മാസത്തിലെ നോമ്പ്. ഔ ഖദാഇഹി, എന്താ അതിൻ്റെ അർത്ഥം? ഔ ഖദാഇ ഏഷ് ഔ ഖദാഇ സൗമി റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ് ഖദാ വീട്ടുന്നതിന് എപ്പോൾ നിയ്യത്ത് വെക്കണം? രാത്രി നിയ്യത്തുണ്ടായിരിക്കണം. ഔ നദ്രിൻ, അതല്ലെങ്കിൽ നേർച്ച. എന്തുകൊണ്ടാണ് നേർച്ചയുടെ ഭാഗമായ നോമ്പിന് രാത്രി നിയ്യത്ത് വെക്കണം എന്ന് പറഞ്ഞത്? അത് ഫർദ് നോമ്പാണ്, നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, ഫർദ് നോമ്പുകളിൽ പെട്ടതാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഔ കഫാറത്തിൻ, അല്ലെങ്കിൽ കഫാറത്തിൻ്റെ നോമ്പാണെങ്കിൽ അതിനും എന്ത് ചെയ്തിരിക്കണം? നിയ്യത്ത് രാത്രിയിൽ വച്ചിരിക്കണം. എന്താ ഈ പറഞ്ഞതിനുള്ള തെളിവ്? ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ ഖൗലാണിത്, അഭിപ്രായം ഷാഫിഈകളുടെയും ഹനാബിലത്തിൻ്റെ ഒക്കെ അഭിപ്രായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ലം യുജ്മിഇ സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. ഒരാൾ ലം യുജ്മി, അതായത് അവൻ മനസ്സിൽ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, മൻ ലം യുജ്മി സിയാമ, ഒരാൾ നോമ്പ് മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തിട്ടില്ല, നോമ്പ് വെക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, ഖബ്ലൽ ഫജ്രി, എപ്പോൾ? ഫജ്റിന് മുൻപ്, ഫലാ സിയാമ ലഹു, അവന് നോമ്പില്ല. ഒരാൾ ഫജ്റിന് മുൻപ്, നമുക്കറിയാം നോമ്പ് ആരംഭിക്കുന്നത് ഫജ്റിനാണ്,
അപ്പോൾ ഫജ്റിന് മുൻപ് ഒരാൾ നോമ്പ് നീയത്ത് കരുതിയിട്ടില്ലെങ്കിൽ അവനെന്തില്ല, നോമ്പില്ല. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യുബയ്യിത്ത് സിയാമ ഫലാ സിയാമ ലഹു. ഈ ഹദീസിൽ, ഈ കിതാബിൽ വന്ന അതേ വാക്ക്, മൻ ലം യുബയ്യിത്ത് സിയാമ ഫലാ സിയാമ ലഹു. കാണാൻ പഠിക്കാൻ എളുപ്പമുള്ള ഹദീസാണ്. മൻ ലം യുബയ്യിത്ത് സിയാമ ഫലാ സിയാമ ലഹു. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, ഫർദായ നോമ്പാണെങ്കിൽ നീയത്ത് ഫജ്റിന് മുൻപ് വച്ചിരിക്കണം. വമൻ അല്ലഖ നീയത്തൽ വാജിബി ലം തസിഹ. ആരെങ്കിലും വാജിബായ നോമ്പ് അത് തഅലീഖ് ചെയ്തു, അതായത് തഅലീഖ് ചെയ്യാന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ ഞാൻ നോമ്പെടുത്തേക്കാം, ഇങ്ങനെ തഅലീഖ് ചെയ്തു. നിർബന്ധമായ നോമ്പ് ഒരാൾ തഅലീഖ് ചെയ്തു, ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ നോമ്പെടുത്തേക്കാം, നാളെ ഞാൻ ഉറക്കത്തിൽ അത്താഴത്തിന് എഴുന്നേറ്റാൽ നോമ്പെടുത്തേക്കാം, അവൻ അത്താഴത്തിന് എണീച്ചിട്ടില്ലെങ്കിലോ അവൻ നോമ്പുണ്ടോ? ഇല്ല. മനസ്സിലായി? അതാണ് തഅലീഖ് എന്നാണ്. ഇങ്ങനെ സംഭവിച്ചാൽ നാളെ ഞാൻ യാത്രക്കാരനല്ലെങ്കിൽ നോമ്പെടുക്കും. അപ്പോൾ അങ്ങനെ തഅലീഖ് ചെയ്യുക എന്നുള്ളത് ഏതിൽ പാടില്ല? ഫർദ് നോമ്പിന് പാടില്ല. ഫർദ് നോമ്പിൽ ഞാൻ നാളെ നോമ്പെടുത്തിരിക്കും എന്ന് നിർബന്ധമായും പറഞ്ഞിരിക്കണം. വമൻ അല്ലഖ നീയത്തൽ വാജിബി, വാജിബായ നോമ്പിൻ്റെ നീയത്ത് ഒരാൾ തഅലീഖ് ചെയ്താൽ, തഅലീഖ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയാൽ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ഒരു കാര്യമുണ്ടായാൽ ഇത് ചെയ്യും എന്ന രൂപത്തിൽ നീയത്ത് വച്ചാൽ ലം തസിഹ, അത് ആ നീയത്ത് ശരിയാവുകയില്ല. ഇല്ലാ ലൈലത്തെ സലാസീന മിൻ ഷഅബാൻ. ഈ പറഞ്ഞതിൽ ഇളവുള്ളത് ഒരൊറ്റ സമയം മാത്രമാണ്. ഇല്ലാ ലൈലത്തെ സലാസീന മിൻ ഷഅബാൻ, ഷഅബാനിൻ്റെ 30-ാം രാത്രിയിലൊഴികെ. എന്താ ഷഅബാൻ 30-ാമത്തെ രാത്രിയുടെ പ്രത്യേകത? അടുത്ത ദിവസം നോമ്പാകാനും സാധ്യതയുണ്ട്, നോമ്പാകാതിരിക്കാനും സാധ്യതയുണ്ട്. ഫയഖൂലു, അപ്പോൾ അവൻ പറയുകയാണ്, ഇൻകാന ഗദം റമദാന ഫഹുവ ഫർദി. അവൻ പറയും, നാളെ റമദാൻ മാസമാണെങ്കിൽ എനിക്ക് ഫർദ് നോമ്പുണ്ടായിരിക്കും എന്ന് അവൻ പറഞ്ഞാൽ ഫസൗമുഹു സഹീഹുൻ, അവൻ്റെ നോമ്പ് സഹീഹാൻ, നോമ്പ് ശരിയാണ്. മനസ്സിലായി പറഞ്ഞത്? വാജിബായ നോമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല? റമദാൻ മാസത്തിലൊരു ദിവസം നമ്മൾ, റമദാൻ മാസത്തിൻ്റെ ഉള്ളിലാണ്, 15-ാമത്തെ നോമ്പാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ പറയും, നാളെ ഇൻഷാ അല്ലാഹ് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നോമ്പെടുക്കുക എന്ന് നീയത്ത് വെച്ചു. എന്നിട്ട് അവസാനം പിന്നെ അവൻ എണീച്ചത് ഫജറിന് ശേഷമാണ്. ഫജറിന് ശേഷം അവൻ എണീച്ചു എങ്കിൽ അവൻ്റെ നോമ്പ് ശരിയായിട്ടില്ല. മനസ്സിലായി പറഞ്ഞേ? എന്തുകൊണ്ട്? അവൻ്റെ നീയത്ത് ഉറപ്പുള്ളതല്ല. നാളെ ഇങ്ങനെ ആണെങ്കിൽ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, നാളെ നോമ്പെടുക്കാമെന്ന് അവൻ ഉറപ്പിച്ചിട്ടില്ല. ഉറപ്പിക്കാത്ത നീയത്ത് ഏതിനും പറ്റുകയില്ല? ഫർദ് നോമ്പിന് പറ്റുകയില്ല. അതിലാകെ ഇളവ് നൽകപ്പെട്ടത് ഏത് ദിവസം മാത്രമാണ്? ഷഅബാൻ 30-ൻ്റെ രാത്രിയിൽ മാത്രമാണ്. കാരണം നാളെ ഷഅബാൻ 30 ആകാൻ, മനസ്സിലായില്ലേ? ഷഅബാൻ 30 എന്തുകൊണ്ടാവാൻ സാധ്യതയുള്ളത്? ഇന്ന് മാസപ്പിറവി കണ്ടാൽ നാളെ റമദാനാണ്. ശരി ഞാൻ പറഞ്ഞത്? ഷഅബാൻ 30-ൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ നാളെ ഷഅബാൻ 30 ആകാൻ ചാൻസ് ഉണ്ട്, മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ. മാസപ്പിറവി കണ്ടാലോ? കണ്ടാൽ നാളെ റമദാൻ. ഈ 30 എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ലേ? 30 ഇതുവരെ ആയിട്ടില്ല, നാളെ 30. ഇന്ന് 20. ശരിക്കും നമ്മളെ കണക്ക് നാട്ടിൽ ഇവിടുത്തെ ആൾക്കാർ പറയുന്ന കണക്ക് പറയുന്നത് 29. അപ്പോൾ നാളെ ഷഅബാൻ 30 ആകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നോമ്പും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരാൾ പറയും, നാളെ ഷഅബാൻ 30 ആണെങ്കിൽ, നാളെ റമദാൻ ആണെങ്കിൽ എനിക്ക് നോമ്പുണ്ട് എന്ന് ഒരാൾ നീയത്ത് വച്ചാൽ അവൻ്റെ നോമ്പ് സഹീഹാണ്, അത് സ്വീകരിക്കപ്പെടുന്നതാണ്. അതിന് കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പ് ഈ രൂപത്തിൽ ഒരു നിബന്ധന വെക്കാൻ കാരണം നോമ്പിൽ സംശയമുള്ളതുകൊണ്ടല്ല, പിന്നെ ദിവസത്തിൻ്റെ കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ടാണ്. അവൻ്റെ സംശയം ദിവസത്തിലാണ്, നീയത്തിലല്ല. നീയത്തിൽ അവന് സംശയമുണ്ടോ? ഇല്ല. നാളെ റമദാനാണെങ്കിൽ നോമ്പെടുത്തിരിക്കും. റമദാനിൻ്റെ കാര്യം വന്നിട്ടുണ്ടോ എന്നതിൻ്റെ സംശയം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ എന്ത് ചെയ്തത്? നീയത്ത് ഈ രൂപത്തിലാക്കിയതാണ്. ഇബ്നു തൈമിയ്യയുടെ ഖൗല്. അവനെ ഒരു തെളിവാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിലെ ആയത്താണ്, ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവനത്രേ സാധിക്കുള്ളൂ, കാരണം നാളെ റമദാനാണെന്ന് അവന് അറിയില്ല. അപ്പോൾ നാളെ റമദാനാണോ എന്ന് അറിയാൻ വേണ്ടി രാത്രി മുഴുവൻ ഉറക്കം നഷ്ടപ്പെടുത്തുക എന്നത് അവനോട് പറയാൻ പറ്റുമോ? ഇല്ല, രാത്രി മുഴുവൻ ഉറക്കം നഷ്ടപ്പെടുത്താനുള്ള പ്രയാസമാണ്. അപ്പോൾ അവന് സാധിക്കുന്നത് എന്താണ്? നാളെ റമദാനാണെങ്കിൽ
നോമ്പ് എടുക്കുന്നു എന്ന് നീയത്ത് വെക്കൽ മാത്രം. ഇപ്പോൾ ഇത് പലപ്പോഴും ആൾക്കാർക്ക് വരുന്ന ഇഷ്കാലാണിത്. റമദാൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം ഇപ്പോൾ രാത്രിയിൽ കിടക്കുമ്പോൾ നീയത്ത് വെച്ചിട്ടില്ലെങ്കിൽ നോമ്പ് കിട്ടും. ഇങ്ങനെ നീയത്ത് വെക്കാം, നാളെ റമദാൻ ആണെങ്കിൽ എനിക്ക് നോമ്പുണ്ട്, റമദാൻ അല്ലെങ്കിൽ നോമ്പ് ഇല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു നാളെ റമദാൻ ആണെങ്കിൽ പിന്നെ നോമ്പ് എന്ന് പറയാതെ നാളെ എന്താണെങ്കിലും ഞാൻ നോമ്പെടുക്കുമെന്ന് പറയുന്നതിന് എന്താ തടസ്സമുള്ളത്? എന്താ കുഴപ്പം? നാളെ റമദാനാണെങ്കിലും നോമ്പെടുക്കും, ഇല്ലെങ്കിൽ ശഅബാൻ അവസാനാണെങ്കിലും നോമ്പെടുക്കും എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അത് യൗമുശക്കാണ്. യൗമുശക്കിൻ്റെ ദിവസം നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. സംശയത്തിൻ്റെ ദിവസമാണ്. സംശയത്തിൻ്റെ ദിവസത്തിൽ നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റമദാനിനെ അതിന് തൊട്ടു മുൻപുള്ള ദിവസത്തിലോ അല്ലെങ്കിൽ തൊട്ടു മുൻപുള്ള 2 ദിവസങ്ങളിലോ നോമ്പെടുത്തുകൊണ്ട് റമദാനിനെ വരവേൽക്കരുത്. ലാ തസ്തഖ്ബിലു റമദാന ബിസൗമി യൗമിൻ ഖബ്ലഹു ബിസൗമി യൗമിൻ ഔ യൗമൈൻ. നിങ്ങൾ റമദാനിനെ അതിനു മുൻപുള്ള ഒരു ദിവസത്തിൽ നോമ്പെടുത്തുകൊണ്ടോ അതിന് മുൻപുള്ള 2 ദിവസങ്ങൾ നോമ്പെടുത്തുകൊണ്ടോ റമദാനിനെ സ്വീകരിക്കരുത്. ഇപ്പോൾ റമദാൻ വരുമ്പോഴത്തേക്ക് ആൾ നോമ്പിന് തയ്യാറായിരിക്കണം. അപ്പോൾ റമദാൻ തൊട്ട് മുൻപുള്ള ദിവസത്തിൽ നോമ്പെടുക്കരുത്. ആർക്കല്ലാതെ സ്ഥിരമായി സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളുകൾക്ക് ആ ദിവസം നോമ്പിന് ഒത്തു വന്നാൽ അവൻ നോമ്പെടുക്കാം. ഉദാഹരണത്തിന് തിങ്കളും വ്യാഴം നോമ്പെടുക്കുന്നു. അപ്പോൾ റമദാൻ തൊട്ട് മുന്നുള്ള ദിവസം വ്യാഴാഴ്ചയായിപ്പോയി. അവൻ ഉദ്ദേശിക്കുന്നത് റമദാന് മുൻപ് നോമ്പെടുക്കാനല്ല, വ്യാഴാഴ്ച നോമ്പെടുക്കുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് അവന് വ്യാഴാഴ്ച നോമ്പെടുക്കാം. മനസ്സിലായി ഞാൻ പറയുന്നത്? ഇതാണ് ഈ വിഷയത്തിൽ ഉള്ള വിശദീകരണം. ശരി, വേറെ ചോദ്യം ചോദിക്കാം. റമദാൻ അവസാനെത്തി, ഇപ്പം നാളെ പെരുന്നാളാണോ അല്ലേന്ന് സംശയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നാളെ പെരുന്നാളാവാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പെരുന്നാളാവാതിരിക്കാനും സാധ്യതയുണ്ട്. എന്ത് ചെയ്യും? ഇതേപോലെ ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയാളെ. എന്ത് പറ്റേ? പറ്റുമോ? എന്തുകൊണ്ട് പറ്റും? അതെ, ഒന്ന് ഏതാണ് ദിവസത്തിലാണ് സംശയം. മാത്രമല്ല അവൻ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് റമദാനിലാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അസ്ൽ ഏതാണ്? അടിത്തറ, അവന് ഉറപ്പുള്ള അടിത്തറ ഇത്. അപ്പോൾ ഞാൻ റമദാനിലാണ്. പെരുന്നാൾ എന്നത് വരാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ റമദാനിലായിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസം പെരുന്നാളാണെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നിയത്ത് വെക്കേണ്ടത്. പെരുന്നാളാണെങ്കിൽ നോമ്പ് ഒഴിവാക്കിയാൽ മതി. മനസ്സിലായല്ലേ? രാവിലെ പെരുന്നാളാണ്, രാവിലെ എണീച്ചപ്പോൾ പെരുന്നാളാണ് എങ്കിൽ എന്ത് ചെയ്താൽ മതി? അന്നത്തെ നോമ്പ് ഒഴിവാക്കിയാൽ മതി. പ്രത്യേകിച്ച് നിയത്ത് കരുതണ്ടേ. അല്ലെങ്കിലോ നിനക്ക് നോമ്പുണ്ട് എന്നുള്ളതാണ് അസൽ. ഞാൻ നോമ്പ് നിയത്ത് വെക്കുന്നു എന്നുള്ളതാണ് അസൽ. രാവിലെ നേരം പഴുന്നപ്പോൾ ഇന്ന് നോമ്പല്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ? നോമ്പ് മുറിച്ചാൽ മതി. നോമ്പ് മുറിക്കാൻ പ്രത്യേക നിയത്ത് വേണോ? നാളെ രാത്രി എന്തായാലും നോമ്പ് രാവിലെ എന്തായാലും നോമ്പ് മുറിച്ചിരിക്കുന്നു? ഇല്ല, അതിന് പ്രത്യേക നിയത്തിൻ്റെ ആവശ്യമില്ല. റമദാനിനാണ് നിയത്തിൻ്റെ ആവശ്യമുള്ളത്. റമദാൻ അവന് അല്ലെങ്കിൽ നിയത്തുണ്ട്. അടുത്ത ദിവസം പെരുന്നാളാണ് എന്ന് അവന് ബോധ്യപ്പെട്ടാൽ അവൻ എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഉള്ള നോമ്പങ്ങ് ഒഴിവാക്കിയാൽ മതി. മനസ്സിലായോ പറഞ്ഞേ? രണ്ട് തമ്മിലുള്ള മനസ്സിലായോ? അപ്പോൾ 2 അവസ്ഥകളാണ്. മറ്റേ എന്താ ട്രിയോ അങ്ങനെ ഇതിലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അല്ലേ, റമദാനിന് മുൻപ് തഅലീഖുൻ നിയ്യത്ത് ചെയ്യുന്നത് രണ്ടാലൊരവസ്ഥയിലാണ്. ഒന്നല്ലെങ്കിൽ റമദാനിന് മുൻപ്, അതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. രണ്ടാമത്തേത് പെരുന്നാളിന് മുൻപ്. പെരുന്നാളിന് മുൻപാണെങ്കിൽ അതിൽ വലിയ ചർച്ചയ്ക്ക് വകുപ്പില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പാണ് നിയ്യത്ത്. അടുത്ത ദിവസം പെരുന്നാളാണെങ്കിൽ അവൻ ആ നോമ്പങ്ങ് മുറിച്ചാൽ മതി. മറ്റേത് യൗമുശക്കാണ് അടുത്തത്. അതുകൊണ്ട് അവന് ഉറപ്പിച്ച് നോമ്പ് നിയ്യത്ത് വെക്കാനും പറ്റില്ല, നോമ്പില്ലാന്ന് നിയ്യത്ത് വെക്കാനും സാധിക്കുകയില്ല. കാരണം നോമ്പ് ഉണ്ടെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ യൗമുശക്കാവും. നോമ്പില്ലാന്ന് ഉറപ്പിച്ചാലോ ചിലപ്പോൾ നാളെ റമദാൻ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് ആകെ സാധിക്കുന്നത് എന്താണ്? റമദാൻ ആണെങ്കിൽ നോമ്പെടുത്തോളാം എന്ന് നിയ്യത്ത് വെക്കൽ മാത്രം. മനസ്സിലായി ഞാൻ പറയുന്നത്? നല്ല മനസ്സിലാവും നിങ്ങൾക്ക്. ഇത് മെസ്സേജ് എങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇപ്പോൾ ഓർമ്മ ഉണ്ടാവും. പിന്നെ പോയി കഴിഞ്ഞാലോ 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ നമ്മൾ വരച്ചു വെച്ചാൽ ഓരോ മസാലയും ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ട് ഓർമ്മിക്കാൻ പറ്റും. അപ്പോൾ അസ്ൽ എന്താണ്? ഫർദായ നോമ്പിന് തഅലീഖ് പാടില്ല. എന്താ തഅലീഖ് എന്ന് പറഞ്ഞാൽ? ഫർദ് നോമ്പ് നാളെ ഇങ്ങനെ ആണെങ്കിൽ അടുത്തോളാം എന്ന് ഫർദ് നോമ്പിൽ നിയ്യത്ത് പാടില്ല. അങ്ങനെ നിയ്യത്ത് നോമ്പിനും പറ്റില്ല, റമദാനിലെ നോമ്പിനും പറ്റില്ല, കഫാറത്തിനും പറ്റില്ല,
നെദറിനും പറ്റില്ല, നേർച്ച നോമ്പിനൊന്നും പറ്റില്ല. അസ്ൽ അതാണ്. ശരി, റമദാനിൻ്റെ ഷഅബാനിൻ്റെ അവസാനത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? പറ്റും. എങ്ങനെയാണെങ്കിൽ നാളെ റമദാനാണെങ്കിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് നിയ്യത്ത് വെക്കുന്നത് അനുവദനീയമാണ്. 2. 3 അവസാനം, റമദാൻ്റെ അവസാനം. നാളെ പെരുന്നാളാണെങ്കിൽ ആ നോമ്പ് കുറിക്കാൻ പ്രത്യേകിച്ച് നിയ്യത്തേക്കേണ്ട കാര്യമില്ല, അവൻ റമദാനിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നാളെ പെരുന്നാളാണെങ്കിൽ അവൻ ആ നോമ്പങ്ങ് അവസാനിപ്പിച്ചാൽ മതിയാകുന്നതാണ്. മനസ്സിലായോ? പറഞ്ഞ് മനസ്സിലാവുണ്ടോ? പ്രയാസമുണ്ടോ? ഇല്ലല്ലോ? എന്താ ഉറക്കം വരുന്ന പോലെ? ഇതിന് തെളിവാക്കി മറ്റൊരു ഹദീസ് ചിലർ പറഞ്ഞത് ഹജ്ജിനും ഉംറയ്ക്കുമായി ബന്ധപ്പെട്ട ഇഷ്തിറാത്തിൻ്റെ ഹദീസാണ്. എന്താ ഇഷ്തിറാത്ത്? ആർക്കും ഉംറത്തിനെയും ചെയ്തിട്ട് എന്താ ഇഷ്തിറാത്ത്? ഷർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്റാം കെട്ടുമ്പോൾ അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുബാഅ ബിൻത് സുബൈറിനോട് പറഞ്ഞു, ലഅല്ലക അറത്തിൽ ഹജ്ജ, ഈ വർഷം നീ ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, വല്ലാഹി ലാ അജിദുനി ഇല്ലാ വജിഅതൻ, നബിയെ എനിക്ക് അസുഖം, ഇടയ്ക്കിടയ്ക്ക് അസുഖം വരാൻ, അതുകൊണ്ട് ഹജ്ജിന് പുറപ്പെട്ടാൽ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുജ്ജി വഷ്തറിതി, നീ ഹജ്ജ് ചെയ്യുക, അതോടൊപ്പം ഷർത്ത് വെക്കുക. വഖൂലി അല്ലാഹുമ്മ മഹില്ലി ഹൈസു ഹബസത്നി, അല്ലാഹുമ്മ മഹില്ലി ഹൈസു ഹബസ്തനി, അല്ലാഹുവെ നീ എന്നെ എവിടെയെങ്കിലും വെച്ച് തടഞ്ഞു വെക്കുകയാണ്, അതായത് എനിക്ക് രോഗമോ മറ്റോ ബാധിക്കുകയാണെങ്കിൽ അവിടെയായിരിക്കും എൻ്റെ ഹലാലിൻ്റെ സ്ഥലം, ഇഹ്റാമെന്ന് അവിടുന്ന് ഒഴിവാകുന്നതാണ്. ചില ആൾക്കാർ എല്ലാ ഉംറക്കും എല്ലാ ഹജ്ജിനും ഇത് വെക്കലുണ്ട്. ഇത് ശരിയല്ല. എല്ലാ ഹജ്ജിനും ഇങ്ങനെ ഷർത്ത് വെക്കേണ്ടതില്ല. രോഗസാധ്യതയുള്ള ആൾക്കാരും അല്ലെങ്കിൽ തടസ്സം വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ആളുകൾ മാത്രമേ ഇങ്ങനെ ഷർത്ത് വെക്കേണ്ടതുള്ളൂ. എല്ലാവരും ഷർത്ത് വെക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽപ്പെട്ടതല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത തോന്നുന്നുണ്ട്, എന്തെങ്കിലും പ്രയാസം വന്നിട്ട് ചിലപ്പോൾ നിർത്തേണ്ടി വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയാൽ എന്ത് ചെയ്യുക? ഷർത്ത് വെച്ചുകൊണ്ട് ഹറാമിൽ പ്രവേശിക്കും. അപ്പോൾ ഈ ഹദീസ് എന്തിനു കൂടിയുള്ള തെളിവ്? ഇത് ഹജ്ജിൻ്റെ വിഷയത്തിൽ വന്ന ഹദീസാണ്, പക്ഷെ ഇതെന്തിനു കൂടിയുള്ള തെളിവാണ്? നോമ്പ് നിയ്യത്ത്. കാരണം എന്താ തെളിവ്? എങ്ങനെ തെളിവാവുക? ഖിയാസാക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഹജ്ജ് ഇതേപോലെ തന്നെ തഅലീഖ് ചെയ്തിട്ടാണ് നിയ്യത്ത് ചെയ്തിട്ടുള്ളത്. സുഖമുണ്ടെങ്കിൽ പൂർത്തീകരിക്കും, ഇല്ലെങ്കിലോ പൂർത്തീകരിക്കില്ല. അതേപോലെ തന്നെ റമദാനും, നാളെ റമദാനാണെങ്കിൽ നോമ്പ് എടുക്കും, ഇല്ലെങ്കിൽ നോമ്പ് എടുക്കുകയില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ എന്തുകൊണ്ട് മറ്റെല്ലാ നോമ്പുകളും ഇതേപോലെ തഅലീഖ് ചെയ്യാൻ അനുവാദം ഉണ്ട് എന്ന് പറയാത്തത്? ഉറപ്പാണ്, പക്ഷെ എന്തുകൊണ്ട് പറ്റില്ല എന്നറിയുന്നത്? ഇപ്പം ഇതിൽ രോഗമാണെങ്കിൽ നോമ്പെടുക്കാൻ പറ്റില്ല അങ്ങനെ പറയാമല്ലോ. എന്നാലേ നാളെ എനിക്ക് രോഗമാണെങ്കിൽ നോമ്പെടുക്കില്ല. എൻ്റെ അങ്ങനത്തെ നീയത്ത് നോമ്പിന് പറ്റില്ല എന്നറിയാൻ കാരണം ഹജ്ജോ ആലോചിക്കുക, നല്ല ആലോചിക്കുക. ഞാൻ പറഞ്ഞതിൽ ഉത്തരമുണ്ട്, ഇതുവരെ പറഞ്ഞത്. ലാ ഖിയാസ മഅ നസ്, ദീനിൽ ദലീൽ വേറിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഖിയാസിന് വകുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ നോമ്പിൻ്റെ കാര്യത്തിൽ വ്യക്തമായി പറഞ്ഞു, മൻ ലം യുബയ്യിത്ത് സിയാമ ഫലാ സിയാമ ലഹു, നോമ്പ് രാത്രിക്ക് മുൻപ് നീയത്ത് വെക്കാത്തവന് നോമ്പില്ല എന്ന് അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവിടെ പോയിട്ട് ഖിയാസ് ചെയ്യാൻ പറ്റുമോ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതിനെതിരെ ഖിയാസ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായി പറഞ്ഞു? മറ്റേതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നു കഴിഞ്ഞു. തബീയത്തുൻ നിയ്യത്ത് എന്താണ്? നിർബന്ധമാണ് നോമ്പിന്. അപ്പോൾ അതിലവിടെ ഖിയാസ് പറ്റുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കഴിഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞത്. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെയില്ല ഇവിടെ ഇങ്ങനെയില്ല എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. നസ്സ് വന്നു കഴിഞ്ഞാൽ, ഖുർആനും ഹദീസ് തെളിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഖിയാസില്ല, പിന്നെ ദീനിൽ ഖിയാസിന് വകുപ്പില്ല. ഖിയാസ് എപ്പോൾ മാത്രമാണ്? വ്യക്തമായ തെളിവ് വരാത്ത മേഖലയിൽ മാത്രമാണ്. അപ്പോൾ ഇവിടെ അടുത്ത ദിവസം റമദാൻ ആണെങ്കിൽ എന്ന് പറയുന്നത് വേറെ തന്നെ വിഷയമാണ്. അപ്പോൾ അതിൽ ഇതിന് അനുവാദമുണ്ട് എന്നതിനാണ് നമ്മൾ മറ്റേ ഹദീസൊക്കെ തെളിവാക്കുന്നത്. മനസ്സിലായാലും പറഞ്ഞത്? ശരി. ويصح نفل بنية من النهار لمن لم يأتي بمفطر قبله أو بمفطر قبله. ويصح شريع ആകുന്നതാണ്, സാധു ആകുന്നതാണ്. നഫ്ലുൻ, നഫ്ൽ എന്ന് പറഞ്ഞാൽ സൗമു നഫ്ലിൻ, അതായത് എന്താ? സുന്നത്ത് നോമ്പ് സാധു ആകുന്നതാണ്. ബിനിയത്തിൻ, നിയ്യത്ത് കൊണ്ട്. മിനൻ നഹാരി, പകലിലെ നിയ്യത്ത് കൊണ്ട് സുന്നത്ത് നോമ്പ് ശരിയാകും.
അപ്പം ഇത്രയും നമ്മൾ പറഞ്ഞു. ഫർദ് നോമ്പിന് എന്ത് ചെയ്യണം? രാത്രിയിൽ നിയ്യത്ത് വേണം. പക്ഷേ സുന്നത്ത് നോമ്പിനോ? സുന്നത്ത് നോമ്പിന് ഇപ്പോൾ പറയാണ് രാവിലെ നിയ്യത്ത് വെച്ചാൽ മതി. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. എന്താണ് ആ നിബന്ധന? ലിമൻ ലം യഅതി ബി മുഫ്തിറിൻ ഖബ്ലഹു. ലിമൻ, അത് ആർക്ക് മാത്രം അനുവദനീയം? ഒരാൾക്ക് മാത്രം. ലം യഅതി, അവൻ ചെയ്തിട്ടില്ല. ബി മുഫ്തിറിൻ, മുഫ്തിർ എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന കാര്യം അവൻ ചെയ്തിട്ടില്ല. ഖബ്ലഹു, ഖബ്ല നിയ്യത്തി, നിയ്യത്തിന് മുൻപ് അവൻ നോമ്പ് മുറിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ സുന്നത്ത് നോമ്പിന് രാവിലെ നിയ്യത്ത് വെച്ചാൽ മതി. മനസ്സിലായോ പറയുന്നത്? മനസ്സിലാവുണ്ടെങ്കിൽ തലാട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് ചോദിച്ചോട്ടെ. ചോദ്യങ്ങൾ ചോദിച്ചാൽ കുഴപ്പമില്ലല്ലോ. ക്ലാസ്സിൽ നിന്ന് ചോദിക്കാം. അപ്പം സുന്നത്തായ നോമ്പ് പകലിലുള്ള നിയ്യത്ത് കൊണ്ട് ശരിയാകുന്നതാണ്. പക്ഷെ എന്തു വേണം? നോമ്പിന് മുൻപ് നോമ്പ് മുറിക്കുന്ന കാര്യം അതുവരെ ചെയ്തിരിക്കാൻ പാടില്ല. ഫജറിന് ശേഷം അത് ചെയ്തിരിക്കാൻ പാടില്ല. നോമ്പ് മുറിക്കുന്ന ഒരു കാര്യം, ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഭാര്യയുമായി ബന്ധപ്പെടുക, ഇങ്ങനെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഒന്നുപോലും ചെയ്തിട്ടില്ലെങ്കിൽ ഒരാൾക്ക് രാവിലെ നിയ്യത്ത് വച്ചാൽ സുന്നത്തായ നോമ്പ് അവന് ലഭിക്കുന്നതാണ്. എന്താണ് ഈ പറഞ്ഞതിനുള്ള തെളിവ്? ഇപ്പം നേരത്തെ ഹദീസിൽ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഹദീസ് ലം യുബയ്യിത്ത് സിയാമ ഫലാ സിയാമ ലഹു, രാത്രി നിയ്യത്ത് വെക്കാത്തവന് നോമ്പില്ല എന്നാണ് നേരത്തെ ഹദീസിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ പറയുന്ന സുന്നത്തായ നോമ്പിന് ഇളവുണ്ട്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സുന്നത്തായ നോമ്പുകൾ ഇങ്ങനെ നോറ്റിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ദഖല അലയ്യ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരു ദിവസം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് വന്നു. ഫഖാല ഹൽ ഇൻദകും ഷൈഉൻ, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ ഭക്ഷണം കഴിക്കാൻ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ കഴിക്കാനൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഇദൻ സായിമുൻ, എങ്കിൽ ഞാൻ ഇപ്പോൾ മുതൽ നോമ്പുകാരനാണ്. ഫഇന്നി ഇദൻ സായിമുൻ, എങ്കിൽ ഞാൻ ഇത് മുതൽ നോമ്പുകാരനാണ്. പക്ഷേ ഹദീസിൽ കാണാം, പിന്നീട് അവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് വന്നപ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു ദിവസം അവിടുന്ന് വന്ന് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്ന് രാവിലെ നേരം പൊളുന്നത് നോമ്പുകാരനായിട്ടാണ്, ഇപ്പോൾ ഇതാ നോമ്പ് തുറക്കാൻ. അപ്പോൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭക്ഷണമില്ലേ എന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവിടുന്ന് എന്ത് ചെയ്തത്? നോമ്പെടുത്തത്. അപ്പോൾ അത് ആ ഹദീസ് എന്തിനുള്ള തെളിവാണ്? നോമ്പ് സുന്നത്താണെങ്കിൽ ഒരാൾക്ക് രാവിലെ മുതൽ നിയ്യത്ത് വെച്ചാലും മതിയാകുന്നത്. ശരി, രാവിലെ എപ്പോൾ നിയ്യത്ത് വെച്ചിരിക്കണം? മദ്ഹബിൽ ചിലർ പറഞ്ഞു സവാലിന് മുൻപ് വെച്ചിരിക്കണം, ളുഹറിന് മുൻപ്. അല്ലാഹു അലം, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയം പറയാൻ തെളിവില്ല എന്നതാണ് ശരിയായി മനസ്സിലാവുന്നത്. ഈ എപ്പോഴാണെങ്കിലും നിങ്ങൾ അസർ വരെ ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇനി മുതൽ അങ്ങോട്ട് ഏതായാലും ഇതുവരെ ഒന്നും കഴിച്ചില്ല, ഇനി ബാക്കി അങ്ങ് നോമ്പാക്കാം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അതുമുതൽ നോമ്പെടുക്കാം. സുന്നത്ത് നോമ്പുകൾക്ക് അള്ളാഹു ഈ രൂപത്തിൽ അളവ് നൽകിയത് പലപ്പോഴും നമുക്കിത് സംഭവിക്കുന്നതാണ്. രാവിലെ എണീച്ചാൽ ചിലപ്പോൾ 12 മണി വരെ ഒന്നും തിന്നിട്ടുണ്ടാവും, എന്തെങ്കിലും തിരക്കുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എണീക്കുന്നത് ചിലപ്പോൾ വൈകിട്ടായിരിക്കും. അപ്പോൾ അതിന് കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. ആ സമയം അങ്ങ് ഭക്ഷണം കഴിക്കാതെ വെച്ചാൽ അന്നത്തെ ഒരു ദിവസം നോമ്പ് കിട്ടി. ഇത് സുന്നത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഇളവുകൾ എന്തിനു വേണ്ടിയാണ്? സുന്നത്ത് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രോത്സാഹനം നൽകാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ഹദീസിൽ പഠിപ്പിച്ചെന്ന പ്രകാരം ഒരാൾക്ക് രാവിലെ നിയ്യത്ത് വെച്ചാൽ തന്നെയും അവൻ്റെ നോമ്പ് സഹിഹാവുന്ന ശരിയാകുന്നതാണ്. മറ്റേ ഹദീസിൽ മറ്റൊരു മര്യാദ കൂടിയുണ്ട്. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പാലിക്കേണ്ട മര്യാദയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. പല ഹദീസുകളും കാണാം, അടുക്കളയുടെ ഭരണാധികാരി അവിടുത്തെ നേതാവ് ഭാര്യയാണ്. അതിൽ അമിതമായ പരിശോധന നടത്തുക, ചോദ്യം ചെയ്യൽ നടത്തുക എന്നുള്ളത് ഭർത്താവിന് യോജിച്ചതല്ല. വളരെ പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിലുള്ള എന്തെങ്കിലും ധൂർത്തോ മറ്റോ കണ്ടെങ്കിലോ അല്ലാതെ. പല ഹദീസിലും കാണും ഇതുപോലെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഭാര്യമാരോട് ഭക്ഷണം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നല്ലേ അവർ ഇല്ലയെന്ന് പറയും, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയും. അവിടുന്ന് ഒരിക്കൽ പോലും ഞാൻ മുന്നേ വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ, ഇത്രയും കൊടുന്ന് വെച്ചതൊക്കെ എവിടെ പോയി എന്ന് അവിടുന്ന് ഒരിക്കൽ പോലും ചോദിക്കാറുണ്ടായിരുന്നില്ല വീട്ടിലുള്ള ആളുകളോട്. അപ്പോൾ അടുക്കളയിൽ സാധനം കൊണ്ടുവച്ച് കൊടുത്തിട്ട് പിന്നെ അത് കഴിയുന്നതിൻ്റെ കണക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത് ഒരിക്കലും പുരുഷന്മാർക്ക് യോജിച്ചാൽ, ഭർത്താക്കന്മാർക്ക് യോജിച്ചല്ല. അതിൻ്റെ ആളാരാണ്? ഭാര്യയാണ്. അത് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താണ്.
അപ്പോൾ അതിൽ അവളെ അമാനത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ അവൾ അമാനത്ത് പാലിക്കുന്നുണ്ട്. ചിലപ്പോൾ അവൾ ആർക്കെങ്കിലും സദഖ കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അവളെ സഹായിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അടുത്ത വീട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പൊട്ടും പൊടിയും ഓരോ പഞ്ചസാരയും അരിയും ഒക്കെ തൂക്കം നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് യോജിച്ച സ്വഭാവമല്ല. ഇങ്ങനെ അളവ് നോക്കുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ ഭാര്യ അഥവാ ഇല്ലയെന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യം പിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം പിടിക്കുക എന്നുള്ളത് ശരിയല്ല. നമുക്കിപ്പോൾ ഈ ഹദീസിൽ തന്നെ എന്താ ഉള്ളത്? ഇതുവരെയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ എന്നൊന്നും അവിടെ നിന്ന് ചോദിച്ചില്ല. നമുക്ക് അവിടുത്തെ മര്യാദയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പാലിക്കേണ്ട മര്യാദയിൽപ്പെട്ടാണ്. ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോയിട്ട് ദേഷ്യം പിടിക്കുക, അത് ചെയ്യരുത്. നല്ല മര്യാദയിൽപ്പെട്ടതല്ല. ഉള്ളതിൽ തൃപ്തിപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് സുബ്ഹാനല്ലാഹ് അവിടത്തേക്ക് സുർക്കയാണ് എന്തെങ്കിലും കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുർക്ക വെച്ച് കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നിഅമൽ ഇദാമു അൽ ഖല്ലു, എത്ര നല്ല കറിയാണ് സുർക്ക എന്ന് പറഞ്ഞിട്ട് കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്ന പല പ്രതികരണങ്ങളും ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചല്ല. അള്ളാഹുവിൻ്റെ നിഅമത്ത് മറന്നു പോകുന്ന തരത്തിലാണ് ചില ആൾക്കാർ പ്രതികരിക്കുക. അത് ചെയ്യരുത്. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ഇഷ്ടപ്പെട്ട് തിന്നുക. എന്താ ഹദീസിലുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഭക്ഷണത്തെ അവിടുന്ന് കുറ്റം പറയാറുണ്ടായിരുന്നില്ല. ഇദശ്തഹാഹു അക്കൽ ഇല്ല തറക്ക, അവിടത്തേക്ക് ഇഷ്ടപ്പെട്ടാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. കുറ്റം പറയേണ്ട കാര്യമില്ല. ഉണ്ടാക്കി വെച്ച ആളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ പറയരുത്. അത് വളരെ മഹത്തരമായ മര്യാദ ഈ ഹദീസിൽ അവിടുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് അബൂദർദ റളിയല്ലാഹു അൻഹു എന്നൊക്കെ വന്നിട്ടുണ്ട്. സഹാബികൾ പലരും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നതാണ്. രാവിലെ കുറച്ച് നേരം എത്തിയിട്ട് ഭക്ഷണം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ആ സമയം മുതൽ അങ്ങോട്ട് നോമ്പ് നിയത്ത് കരുതി നോമ്പെടുക്കാറുണ്ട്. ഇത് അവിടെ പറഞ്ഞത് ഫയജിബു തബീതു നിയ്യത്തിൽ സൗമുൽ വാക്ക് يصح نفل بنية من النهار لمن لم يأتي بمفطر قبله ويثاب من وقتها അവന് യുസാബു സവാബെന്ന പ്രതിഫലം നൽകപ്പെടും. വയുസാബു മിൻ വഖ്തിഹ, മിൻ വഖ്തി ഹാ എന്ന് പറഞ്ഞേതാ? മിൻ വഖ്തി നീയത്തിൻ്റെ സമയം മുതലാണ് അവന് പ്രതിഫലം ഉണ്ടായിരിക്കുക. നീയത്തിൻ്റെ സമയം മുതലാണ് അവന് നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരാളിപ്പോൾ ദുഹർ മുതലാണ് നീയത്ത് വെച്ചെങ്കിൽ ദുഹർ മുതൽ അങ്ങോട്ടുള്ളതിൻ്റെ പ്രതിഫലമാണ് അവനുണ്ടായിരിക്കുക. അതിന് മുൻപുള്ളതിന് പ്രതിഫലം. ചില ആൾക്കാർ അതിന് മുൻപ് പ്രതിഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം. എന്തായിരിക്കും അതിനുള്ള തെളിവ്? ആര് പറയും? മാഷാ അല്ലാഹ്. അതിലേതാ തെളിവ്? ഏത് ഭാഗം അതിൽ തെളിവ്? മാഷാ അല്ലാഹ് ബാരിക്. ലിക്കുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതേ ഉള്ളൂ. ഇവിടെ അവൻ എന്താ ഉദ്ദേശിച്ചത്? ദുഹർ മുതൽ അങ്ങോട്ടുള്ള നോമ്പാണ് അവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ദുഹർ മുതലുള്ള നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കും. ഏതു മുതലാണോ അവൻ നിയ്യത്ത് വെച്ചത് അത് മുതലുള്ള പ്രതിഫലമായിരിക്കും അവനുണ്ടായിരിക്കുക. ബറക്കല്ലാഹു. അപ്പോൾ നോമ്പിന് നിയ്യത്ത് എപ്പോൾ മുതലാണോ വെച്ചത് അപ്പോൾ മുതൽ അതിൻ്റെ പ്രതിഫലമേ ലഭിക്കുള്ളൂ. ചില ആളുകൾ പറഞ്ഞില്ല, അതിന് മുൻപുള്ള പ്രതിഫലവും ലഭിക്കുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു അലം. പിന്നെന്താ ഇതിൽ പറഞ്ഞത്? ഫലാ യുദ്രികു ബിദാലിക ഫദ്ലൻ നഫ്ലിൽ മുഖയ്യദ്. അല്ലേ, മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുന്നത്ത് നോമ്പ് രണ്ട് രൂപത്തിലാണ്. ഏതൊക്കെ? ഒന്ന് അന്നഫ്ലുൽ മുത്ലഖ്, രണ്ട് അന്നഫ്ലുൽ മുഖയ്യദ്. എന്താ മുത്ലഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികളുടെ സുന്നത്ത്. ഉദാഹരണത്തിന് ഒരാൾ എണീച്ച് നോമ്പെടുക്കാന്ന് വിചാരിച്ചു, അത് നഫ്ലുൽ മുത്ലഖ്. നഫ്ൽ മുഖയ്യദോ അറഫ നോമ്പ്, ആശുറ നോമ്പ്, ഇങ്ങനത്തെ നിയമം പറയാൻ. ഫലാ യുദ്രിക്കു ബിദാലിക ഫദ്ലൻ നഫ്ലിൽ മുഖയ്യദ്. ഫലാ യുദ്രിക്കു, അവന് നേടിപ്പിടിക്കുക സാധ്യമല്ല. ബിദാലിക, ഇതിലൂടെ. ഫദ്ലൻ നിയത്തി ഫദ്ലൻ നഫ്ലിൽ മുഖയ്യദ്, മുഖയ്യദായ നോമ്പിൻ്റെ ശ്രേഷ്ഠത ഇത്തരം നിയത്തുകളിലൂടെ ലഭിക്കുന്നതല്ല. എന്താണ് മുഖയ്യദായ നോമ്പ് എന്ന് പറഞ്ഞാൽ? അറഫ നോമ്പ്. അപ്പോൾ അറഫ നോമ്പിന് ഒരാൾ രാവിലെ എണീച്ചിട്ട് ഉച്ചയ്ക്ക് എത്തിയിട്ട് അപ്പം മുതൽ നിയത്ത് വെച്ചാൽ അറഫ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല. മുത്തലക്കായ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കും, പക്ഷേ
അറഫ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടില്ല. എന്തുകൊണ്ട്? കാരണം അത് പ്രത്യേക പ്രതിഫലമുള്ള നോമ്പാണ്. അപ്പോൾ അതിൻ്റെ ആ നീയത്ത് ആ രാവിലെ മുതൽ ആരംഭിക്കാതെ ആ നീയത്ത് ലഭിക്കുകയില്ല. എന്നാൽ വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഇല്ല, അതാണെങ്കിൽ പോലും ലഭിക്കും എന്ന് പറഞ്ഞാൽ ധാരാളം ആൾക്കാരുണ്ട്. ധാരാളം ആളുകൾക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ട്. ഇല്ല, അതാണെങ്കിൽ പോലും ലഭിക്കുമെന്ന് പറഞ്ഞ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അല്ലാഹു അഅലം, കൂടുതൽ ശരിയായി തോന്നുന്നത് പ്രത്യേക പ്രതിഫലമുള്ള നോമ്പാണെങ്കിൽ അതിൻ്റെ നീയത്ത് രാത്രി തന്നെ വെച്ചിരിക്കണം. കാരണം അതിന് പ്രത്യേകതയുണ്ട്. അപ്പം ആ ഇബാദത്തിനെ വേർതിരിച്ച് നിർത്തുന്ന വിധത്തിൽ തന്നെ അവൻ നീയത്ത് കരുതിയിരിക്കണം, എങ്കിലേ അത് ലഭിക്കുകയുള്ളൂ എന്നതാണ് അല്ലാഹു അഅലം ശരിയായി മനസ്സിലാകുന്നത്. അതിന് ഖിയാസാക്കാൻ പറ്റിയ കാര്യം ഏതായിരിക്കും? ഈ പറഞ്ഞതിന് ഇബാദത്തുകളിൽ നമുക്കൊരു ഇതിന് സമാനമായ ഇബാദത്ത് ഏതായിരിക്കും? അല്ല, റമദാൻ നോമ്പല്ല, നോമ്പിലല്ലാതെ ഇത് കാണാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം സുന്നത്തുകളിൽ നമ്മൾ പറഞ്ഞു. മുത്തലക്കായ സുന്നത്തിന് നിയത്ത് വേണ്ട. സുന്നത്ത് റാത്തിബത്ത് സുന്നത്താണെങ്കിൽ എന്ത് ചെയ്യണം? അത് ഉന്നത നിയത്ത് കരുതണ്ടേ? നമസ്കരിച്ചിട്ട് അതിന് ശേഷം നിയത്ത് കരുതിയാൽ മതിയോ? ഇല്ല. നിസ്കാരം തുടങ്ങിയിട്ട് നിയത്ത് കരുതിയാൽ മതിയോ? ഇല്ല. നിസ്കാരത്തിന് മുൻപ് തന്നെ റാത്തിബത്താണ് എന്ന് നിയത്ത് വെക്കാത്തൊരുത്തിന് അതിൻ്റെ പ്രതിഫലം ലഭിക്കില്ല. എന്നതുപോലെ തന്നെ മുഖയ്യതായ നോമ്പിന് അതിൻ്റെ മുൻപ് നിയത്ത് വെക്കാതെ അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതല്ല. ശരി, നേരെ തിരിച്ചു പറഞ്ഞ ആൾക്കാർ അവരുടെ തെളിവ് ഏതായിരിക്കും? അവരേതായിരിക്കും ഖിയാസാക്കിയിട്ടുണ്ടാവുക? അവർ ഖിയാസാക്കിയത് വുദു ആണ്. എങ്ങനെ വുദുവിനെ അവർ ഖിയാസാക്കി? അവർ പറഞ്ഞു വുദു എടുക്കുന്ന സമയത്ത് ഈ വുദു കൊണ്ട് എന്തൊക്കെ നിസ്കരിക്കണം, ഫർദ് നിസ്കരിക്കണോ, സുന്നത്ത് നിസ്കരിക്കണോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേക നിയത്ത് കരുതേണ്ടതില്ല. വുദു നിയത്ത് വെച്ചാൽ മതി, അതിൻ്റെ ഒപ്പം കിട്ടുന്നതൊക്കെ ബാക്കിയിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് അവരിതിന്. പക്ഷേ അല്ലാഹു അഅലം കൂടുതൽ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നത് മുഖയ്യദായ സുന്നത്ത് നോമ്പുകൾക്ക് നിയത്ത് എന്ത് ചെയ്തിരിക്കണം? മുന്നേ തന്നെ വച്ചിരിക്കണം എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാഹു അഅലം. വഖ്തു നിയത്തി മാ ബൈനൽ ഗുറൂബി വതുലൂഇൽ ഫജ്രി. നിയത്തിൻ്റെ സമയം എപ്പോഴാണ്? മാ ബൈനൽ ഗുറൂബ് എന്ന് പറഞ്ഞാൽ മാ ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ. മാ ബൈനൽ മഗ്രിബി മാ ബൈനൽ ഗുറൂബി. ഗുറൂബ് എന്ന് പറഞ്ഞാൽ മഗ്രിബ് അല്ലെങ്കിൽ സൂര്യാസ്തമയം മുതൽ വതുലൂഇൽ ഫജ്രി, ഫജ്ർ ഉദിക്കുന്നത്. ഇതിനിടയിലാണ് എന്തിൻ്റെ സമയം? നോമ്പിൻ്റെ നിയത്തിൻ്റെ സമയം. ഈ സമയത്തെ നിയത്ത് വെക്കണ്ട്. ഒരാൾ മരുവിസ്കരിച്ച് നിയത്ത് വെച്ചാൽ നാളെ നോമ്പെടുക്കാൻ നിയത്ത് വെച്ചാൽ ഹലാൽ നിയത്തായി, യാതൊരു പ്രയാസമില്ല. ചില ആളുകൾ പറഞ്ഞില്ല, നിയത്ത് വെച്ചിട്ട് പിന്നെ വേറെ നോമ്പ് തുറക്കുന്ന എന്തെങ്കിലും കാര്യം തിന്നു കഴിഞ്ഞാൽ പിന്നെ നിയത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇല്ല, അഭിപ്രായം ശരിയല്ല. ഒരാൾ നിയത്ത് കരുതിയാൽ മതി. അവന് നിയത്ത് കരുതാവുന്ന സമയം എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ പറഞ്ഞിട്ടുള്ളൂ? നല്ലം യുബയ്യിത്ത് സിയാം. ഒരാൾ രാത്രി നിയത്ത് കരുതണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കരുതിയതിന് ശേഷം പിന്നെ തിന്നരുതെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ രാത്രി നിയത്ത് കരുതിയാൽ ഖലാസ്, അതോടുകൂടി അവൻ്റെ നോമ്പ് നാളത്തേക്കുള്ളത് അവന് നിയത്ത് വെച്ച് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ അവൻ നോമ്പ് തുറക്കുന്ന കാര്യങ്ങൾ, നോമ്പ് അനുവദിക്കപ്പെട്ട സമയമാണ്. ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ വെള്ളം കുടിക്കുന്നത് കൊണ്ടോ ഭാര്യയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ടോ ഒന്നും യാതൊരു തെറ്റുമില്ല. വഖ്തു നിയത്തി മാ ബൈനൽ ഗുറൂബി വതുലൂഇൽ ഫജ്ർ. തുലൂഉൽ ഫജ്റിൻ്റെ മുൻപ് നിയത്ത് വെച്ചിരിക്കണം. ഫജ്റിൻ്റെ മുൻപ് ഒരാൾ നിയത്ത് വെച്ചിരിക്കണം. നോക്കൂ, അടുത്ത മസ്അല നിങ്ങൾക്ക് പിന്നെ അതിനോട് ചേർത്തിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന മസ്അല ശരിക്കും മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിഷയമാണ് അടുത്തത്. ഫമൻ നസിയ, ഒരാൾ മറന്നു എന്ന് വിചാരിക്കുക, നിയത്ത് വെക്കാൻ മറന്നുപോയി. ഔ ഉഗ്മിയ അലൈഹി. ഉഗ്മിയ അലൈഹി അതർത്ഥം പറയാം. അല്ല, ഉഗ്മിയ അലൈഹി എങ്ങനെ മൂടുക? ഹദീസിലുണ്ട്. അയ്യോ, ബോധം പോവുക. ഉഗ്മിയ അലൈഹി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ബോധം നഷ്ടപ്പെട്ടാൽ. ഔ ഉഗ്മിയ അലൈഹി ഖബ്ലൽ ഗുറൂബി. എപ്പോഴാണ് ബോധം പോയത്? ഖബ്ലൽ ഗുറൂബ്. ഹോസ്പിറ്റലിലായി, എന്നിട്ട് സൂര്യാസ്തമയത്തിന് മുൻപ് അവന് ബോധം പോയി. ഹത്താ തലഅൽ ഫജ്റു. ഏതുവരെ അവന് ബോധരഹിതനാണ്? ഫജ്ർ വരെ, അതായത് ഫജ്ർ ആയതുവരെ അവന് ബോധമില്ല. ഫജ്ർ ആയതിനു ശേഷം എഴുന്നേറ്റത്. ലം യസിഹ സൗമുഹു. അവൻ്റെ നോമ്പ് എന്തുകൊണ്ട് ശരിയായില്ല? നീയത്തില്ലാത്തതുകൊണ്ട്. അവന് നീയത്തില്ലാത്തത് കൊണ്ട് അടുത്ത ദിവസത്തെ നോമ്പ് ശരി. മനസ്സിലായി ഞാൻ പറഞ്ഞേ? എന്താ കാരണം? മഗ്‌രിബ് ബാങ്കിന് മുൻപ് ആളെ ഹോസ്പിറ്റലിലാക്കി, ആൾ ബോധരഹിതനായി. പിന്നെ എഴുന്നേറ്റത് എപ്പോഴാണ്? സുബഹിക്ക് ശേഷമാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം
അവൻ നിയത്ത് വെച്ചിട്ടില്ല, രാത്രി നിയത്തേ ഇല്ല. അപ്പോൾ അവൻ്റെ ആ അടുത്ത ദിവസം നോമ്പ് ശരിയാവുകയില്ല. എന്തുകൊണ്ട്? അവൻ്റെ രാത്രിയിൽ നോമ്പ് തീരുമാനം. മല്ലം യുബൈത്ത് സിയാമ ഫലാ സിയാമ ലഹു. മനസ്സിലായില്ല? മസല പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മനസ്സിലാവും കൂടുതൽ? ആദ്യം തൊട്ട് മുന്നേ പറഞ്ഞത് മനസ്സിലാവില്ല. നിയത്തിൻ്റെ സമയം രാത്രിയാണ്. ഈ രാത്രിയിലല്ലാതെ ഒരാൾ മഗ്രിബിന് മുൻപ് നിയത്ത് വെച്ചു, ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ നോമ്പ് എടുക്കുന്നതാണ്, ആ നിയത്ത് കൊണ്ട് അവന് ഉപകരിക്കുകയില്ല. മഗ്രിബിന് മുൻപ് നിയത്ത് വെച്ചിട്ട് ആളെ ബോധം പോയി. മനസ്സിലായോ പറഞ്ഞത്? മസാല എങ്ങനെയാണ് വേർതിരിയുന്നത് മനസ്സിലായില്ലെങ്കിൽ? അപ്പോൾ പല ആൾക്കാർക്കും എന്തുണ്ടായിരിക്കും, നിയത്ത് എപ്പോൾ തന്നെ ഉണ്ടായിരിക്കും, ദിവസം അവന് മുമ്പ് തന്നെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടാവും ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നിയത്തെടുക്കും, നോമ്പെടുക്കണം. പക്ഷെ അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. രാത്രി മുഴുവൻ അവൻ ബോധരഹിതനായെങ്കിൽ അടുത്ത ദിവസത്തെ നോമ്പ് അവന് സ്വീകാര്യമാകുന്നതല്ല. മനസ്സിലായി പറഞ്ഞേ? وتجزئ نية واحدة وتجزئ نية واحدة في أول رمضان لجميعه. ഇതൊരു പ്രധാനപ്പെട്ട മസ്അലയാണ്. وتجزئ മതിയാകുന്നതാണ്. നിയ്യത്തുൻ വാഹിദ, ഒരു നിയ്യത്ത് മതിയാകുന്നതാണ്. ഫി അവ്വൽ റമദാന, റമദാനിൻ്റെ ആരംഭത്തിൽ, ലി ജമീഇഹി, റമദാന് മുഴുവനും റമദാനിൻ്റെ തുടക്കത്തിൽ ഒരു നിയ്യത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. അതാണ് അല്ലാഹു അലം എനിക്ക് കുറച്ചുകൂടി ശരിയായി മനസ്സിലാകുന്ന അഭിപ്രായം. അതാണ് ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീനെ പോലുള്ള ആളുകളൊക്കെ അതാണ് ബലം കൊടുത്തിട്ടുള്ളത്. എന്നാൽ വേറെ ചില ആളുകൾ പറഞ്ഞില്ല ഓരോ രാത്രി നിയ്യത്ത് വെക്കണമെന്ന്. അത് കൂടുതൽ അഹ്വത്ത്, അതാണ് കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായം. അതാണ് അങ്ങനെ നിയ്യത്ത് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. അപ്പോൾ റമദാനിൻ്റെ തുടക്കത്തിൽ നിയ്യത്ത് വെച്ചാൽ തന്നെ അത് മതിയാകുമെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതാണ് ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത്. അത് ആർക്കൊക്കെ ഉപകരിക്കും? ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഉപകരിക്കും. ബോധരഹിതനാകുന്ന ആൾക്കാർക്കൊക്കെ അത് ഉപകരിക്കും. കാരണം തുടക്കത്തിൽ നിയ്യത്ത് വെച്ചാൽ മതി, ഇടയിൽ ബോധരഹിതനായാലും കുഴപ്പമില്ല. മനസ്സിലായാലും പറഞ്ഞേ. പക്ഷെ അല്ലാഹു അലം കുറച്ചുകൂടി സൂക്ഷ്മമായ അഭിപ്രായം ഓരോ രാത്രിയിലും അടുത്ത ദിവസത്തെ നോമ്പിന് നിയ്യത്ത് കരുതുക എന്നുള്ളതാണ്. കാരണം നിയ്യത്ത് പ്രത്യേകം കരുതുമ്പോൾ മനസ്സിൽ ഇബാദത്ത് കൂടുതൽ ഉറക്കാനും അടുത്ത ദിവസത്തേക്കുള്ള ഇബാദത്ത് കൂടുതൽ മനസ്സിൽ തീരുമാനമെടുക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ അത് സഹായിക്കുന്നതാണ്. പക്ഷെ അതിന് ഒരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? മാലം യഫ്സഖ, മാലം യഫ്സഖ എന്നാണ് ഫസഖ, എന്താ ഫസ്ഖ് എന്നാണ് അസാധുവാക്കുക. മാലം യഫ്സഖ, അവൻ ആ നീയത്ത് അസാധുവാക്കാത്തടത്തോളം കാലം. റമദാനിൽ മുഴുവൻ നോമ്പെടുക്കാൻ നീയത്ത് വെച്ചു, എന്നിട്ട് അവൻ പിന്നെ തീരുമാനിക്കില്ല ഇപ്രാവശ്യത്തെ റമദാൻ എല്ലാം കൂടി നോമ്പെടുക്കാൻ പറ്റില്ല, അസുഖമുണ്ട്, അതുകൊണ്ട് ചില ദിവസം നോമ്പെടുക്കുക എന്ന് അവൻ തീരുമാനിച്ചവൻ്റെ നീയത്ത് അവൻ തന്നെ ഫസ്ഖ് ചെയ്താൽ, അസാധുവാക്കിയാൽ, പിന്നെന്ത് ചെയ്യണം? ആ നീയത്ത് മതിയാവുകയില്ല. ആൾക്കാർക്ക് ചിലർക്ക് അസുഖമുള്ള ആൾക്കാരുണ്ട്, എല്ലാ റമദാൻ മൊത്തം നോമ്പെടുക്കാൻ പറ്റാത്ത ആളുകൾ. അപ്പോൾ അവർ റമദാൻ്റെ ആരംഭത്തിൽ തീരുമാനിച്ചു ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം 30 നോമ്പ് എടുക്കണം. പിന്നെ അവന് കുറച്ച് കഴിയുമ്പോൾ തോന്നില്ല അത് ചിലപ്പോൾ ശരിയാവില്ല എന്ന് അവൻ തീരുമാനിച്ചവൻ ആ നീയത്ത് ഫസ്ഖ് ചെയ്താൽ, അസാധുവാക്കിയാൽ, പിന്നെ അവൻ എന്ത് ചെയ്തിരിക്കണം? വീണ്ടും നീയത്ത് വെക്കണം. അതേപോലെ തന്നെ ഒരാൾ യാത്രക്കാരനാണ് എന്ന് തീരുമാനിക്കുക, നാളെ ഞാൻ യാത്ര ചെയ്യാൻ പോകണം, അപ്പോൾ എന്തായാലും നാളെ നോമ്പ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവൻ കിടന്നുറങ്ങി. ഇൻഷാ അല്ലാഹ് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൽ ഇനി വരാനുണ്ടാ മസാല. എന്നിട്ട് അവൻ കിടന്നുറങ്ങി സുബഹിക്ക് ശേഷം എണീച്ചത്. അവൻ്റെ നോമ്പ് ശരിയാവോ? ഇല്ല. എന്തുകൊണ്ട് ശരിയാവില്ല? അവൻ നീയത്തിൻ്റെ ആയിട്ടില്ല, നാളെ നോമ്പ് എടുക്കാനുള്ള നീയത്തിലല്ല അവൻ കിടന്നത്. മനസ്സിലായി പറഞ്ഞേ? നാളെ യാത്രക്കാരനായതുകൊണ്ട് ഞാൻ നാളെ നോമ്പ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അവന് തീരുമാനിച്ചതിന് ശേഷം സുബഹിക്ക് ശേഷം എണീച്ചത്, അതായത് ഫജറിൻ്റെ സമയത്തിന് ശേഷം എണീച്ചപ്പോൾ അവന് തീരുമാനിക്കുക ഇനിയിപ്പോൾ യാത്ര പോട്ടെ എങ്കിൽ അവൻ്റെ ആ ദിവസത്തെ നോമ്പ് ശരിയാവുകയില്ല, അവൻ ഖളാ കിട്ടണം. മനസ്സിലായി പറഞ്ഞു? ഇവിടെയൊക്കെയാണ് ഈ നീയത്തിൻ്റെ ആവശ്യകത വരുന്നത്. ഒരാൾ നേരെ എതിര് നീയത്ത് തീരുമാനിച്ചു. ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് അസുഖത്തിൽ ഇത് സംഭവിക്കാറുണ്ട്. അസുഖം ബാധിക്കും, കടുത്ത പനിയാണ്, അപ്പോൾ നാളെ നോമ്പെടുക്കാൻ യാതൊരു പ്ലാനും ഉണ്ടാവില്ല. അങ്ങനെ കിടന്നുറങ്ങി ചിലപ്പോൾ എഴുന്നേറ്റാൽ സുബഹിക്ക് എണീച്ചതോടുകൂടി അസുഖം മാറിയിട്ടുണ്ടാവും, അത് അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവൻ രാത്രിയിൽ എന്താ വിചാരിച്ചിരുന്നത്? നാളെ ഈ അസുഖം ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവുക. രാവിലെ സുബഹിക്ക് ശേഷമാണ് അവൻ എഴുന്നേറ്റത് എങ്കിൽ ആ ദിവസത്തെ നോമ്പ് അവന് പോയി, നീയത്തില്ലാത്തത് കൊണ്ട്. ശരി, അന്ന് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം അവന് ഉദ്റില്ല എന്നുള്ളതൊരു കാരണം, മാത്രമല്ല റമദാനിൻ്റെ ഹുർമത്ത് പരിഗണിക്കുക എന്നുള്ളത് മറ്റൊരു കാരണം.
കഴിഞ്ഞില്ല. അതിലേതാ പറഞ്ഞു? മാലം യഫ്സഖ ഔ യഖ്തഅ തതാബുഅ ലിഉദ്രിൻ ഔ ഗൈരിഹി. അതല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ർ കാരണത്താൽ, എന്തെങ്കിലും ഒരു ഉദ്ർ, ഒരു യാത്ര ചെയ്തു, റമദാൻ്റെ തുടക്കത്തിൽ നിയ്യത്ത് വെച്ചു, എന്നിട്ട് റമദാൻ 15 ആയപ്പോൾ അവനൊരു യാത്ര ചെയ്യേണ്ടി വന്നു. ആ യാത്രയിൽ അവൻ നോമ്പ് മുറിച്ചു. അതോടുകൂടി എന്ത് മുറിഞ്ഞു? റമദാൻ മുഴുവൻ നോമ്പെടുക്കാം എന്ന നിയ്യത്ത് മുറിഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? പുതിയ നിയ്യത്തെടുക്കണം. മനസ്സിലായി പറഞ്ഞത്? അതാണ് മാലം യഖ്തഅ തതാബു എന്ന് പറഞ്ഞത്. തതാബു എന്നാണ് തുടർച്ച മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആദ്യം മുതൽ നിയ്യത്ത്. മനസ്സിലായില്ലേ പറയുന്നത്? കുറേ മനസ്സിലായപ്പോൾ എല്ലാം കൂടി ആയിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ അവസാനം ചോദിക്കട്ടെ. ഔ യഖ്തഅ തതാബു ലിഉദ്രിൻ ഔ ഗൈരിഹി. ഒന്നല്ലെങ്കിൽ ഉദ്ർ കാരണത്താൽ നോമ്പ് മുറിച്ചു, യാത്രയോ മറ്റോ കാരണം. ഔ ഗൈരിഹി, അതിൽ ഉദ്ർ ഇല്ലാതെ മുറിച്ചു, വെറുതെ മുറിച്ചു, നോമ്പ് മുറിച്ചു. വെറുതെ നോമ്പ് മുറിച്ചാലും, വെറുതെ നോമ്പ് മുറിച്ചാൽ എന്താ? അത് തെറ്റാണ്. ഉദ്രോട് മുറിച്ചാലോ അവന് തെറ്റില്ല, ഖളാ കിട്ടിയാൽ മതി. രണ്ടാണെങ്കിലും ഉദ്റുള്ളോട് മുറിച്ചാലും ഉദ്റില്ലാതെ മുറിച്ചാലും നോമ്പ് ഇടയിൽ റമദാനിൽ മുറിച്ചാൽ പിന്നെ എന്ത് ചെയ്യണം? നോമ്പിൻ്റെ നിയ്യത്ത് ആദ്യം മുതൽ പുതുക്കണം. ഇതേ കാര്യം തന്നെ ഏതിനും ബാധക, തതാബുള്ള മറ്റ് ഇബാദത്തുകൾക്കും ബാധകമാണ്. ഉദാഹരണത്തിന് തതാബുള്ള മറ്റ് നോമ്പ് ഏതാ? തുടർച്ചയായിട്ട് നോമ്പ് വെക്കേണ്ടത് ഫർദ് നോമ്പുകൾ, കഫാറത്തിൻ്റെ നോമ്പ് അല്ലേ? അതുപോലെ പിന്നെ നെസിറിൻ്റെ നേർച്ചൻ്റെ നോമ്പുണ്ടെങ്കിൽ അത് ഇത്ര ദിവസം തുടർച്ചയായി നോമ്പെടുക്കാൻ നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്. ഇങ്ങനെ തതാബുള്ള തുടർച്ചയുള്ള നോമ്പുകൾ, ഇബാദത്തുകൾ, അതിന് ഒരാൾ നിയ്യത്ത് തുടക്കത്തിൽ വെച്ചു ഇടയിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആദ്യം മുതൽ നിയ്യത്ത് കരുതണം. തതാബു തുടർച്ചയായി നോമ്പ് നോൽക്കുന്നത് നിർബന്ധമാണെങ്കിലോ ഇൻഷാ അല്ലാഹ് പിന്നീട് വരും. കഫാറത്തിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായി നോമ്പ് നോക്കൽ നിർബന്ധമാണെങ്കിൽ പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. വമൻ നവൽ ഇഫ്താർ അഫ്തർ. ഒരാൾ വമൻ നവ ഉദ്ദേശിച്ചാൽ, അൽ ഇഫ്താറ, ഒരാൾ ഇഫ്താർ ഉദ്ദേശിച്ചാൽ, എന്താ ഇഫ്താർ എന്ന് തന്നെ? നോമ്പ് മുറിക്കാൻ ഉദ്ദേശിച്ചാൽ അഫ്തർ. ആ നോമ്പ് മുറിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവൻ്റെ നോമ്പ് മുറിഞ്ഞു. രാവിലെ ഒരാൾ നോമ്പിൽ പ്രവേശിച്ചതിന് ശേഷം അവൻ നോമ്പ് മുറിക്കാൻ അങ്ങ് ഉദ്ദേശിച്ചു, തീരുമാനിച്ചു, ഉറപ്പെടുത്തു, നോമ്പ് മുറിക്കട്ടെ, ഇനി മുതലേക്ക് നോമ്പില്ല എന്ന് അവൻ ഉറപ്പോടുകൂടി തീരുമാനിച്ചാൽ അഫ്തർ. അതോടുകൂടി അവൻ നോമ്പുകാരനല്ലാതെയായി. മനസ്സിലായി പറഞ്ഞത്? അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താ തുറക്കേണ്ടി? ആദ്യം കാരക്ക, ഇല്ലെങ്കിൽ ഈത്തപ്പഴം, ഇല്ലെങ്കിൽ വെള്ളം, ഇല്ലെങ്കിൽ വേറെ എന്ത് ഹലാലായ ഭക്ഷണം കിട്ടുമോ അതൊക്കെ കൊണ്ട് നോമ്പ് തുറക്കുക. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലോ? ഒന്നും കിട്ടിയില്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞു നിയ്യത്ത് ചെയ്താൽ മതി, ഇഫ്താർ നിയ്യത്ത് ചെയ്താൽ മതി. ആ സമയം നോമ്പ് മുറിച്ചിരിക്കുന്നു എന്ന് നിയ്യത്ത് കരുതിയാൽ അവൻ്റെ നോമ്പ് മുറിയുന്നിടാൻ. നോമ്പ് മുറിക്കാൻ നിയ്യത്ത് കരുതിയിട്ടില്ലെങ്കിൽ പോലും മുറിഞ്ഞു എന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷേ നോമ്പ് മുറിക്കാൻ നിയ്യത്ത് കരുതിയാൽ എൻ്റെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ അതോടുകൂടി അവൻ്റെ നോമ്പ് അവസാനിക്കുന്നു. അവന് ഉദ്റില്ലാതെയാണ് മുറിച്ചത് എങ്കിൽ അവന് ഖദാ വീട്ടുകയും ആ ദിവസം മുഴുവൻ പിന്നീട് ഒന്നും കഴിക്കാതെയോ നോമ്പുകാരനെ പോലെ ജീവിക്കുകയും വേണം. ഇംസാക്ക് എന്നാണ് ഇത് പറയുക. വജബൽ ഇംസാഖു അലൈഹി. ഖദാ ഉണ്ട്, ഇംസാക്കും ഉണ്ട്. എന്താ പറയുക? ഖദാ ഉണ്ട്, ഇംസാക്കും ഉണ്ട്. ഖദാ എന്ന് പറഞ്ഞാൽ നോമ്പ് നോറ്റ് കൂട്ടണം. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം നോമ്പുകാരനെ പോലെ ആയിരിക്കണം. ഉദ്റുള്ള ആളാണെങ്കിലോ ഖദാ മാത്രമേ ഉള്ളൂ, ഇംസാക്കില്ല. ഒരാൾ ഹൈദുണ്ട്, നിഫാസ് ഉണ്ട്, അല്ലെങ്കിൽ യാത്രക്കാരനാണ്, നോമ്പ് മുറിക്കാറുണ്ട്. അത് അള്ളാഹു അതിനുള്ള അളവ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അവന് ഭക്ഷണം കഴിക്കാം, അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയും ഒക്കെ ആകാം. എന്താണോ അവന് ആവശ്യമുള്ളത് അതൊക്കെ ചെയ്യാവുന്നതാണ്. വഇല്ലം യതനാവൽ മുഫ്തറൻ, വഇല്ലം യതനാവൽ എന്ന് പറഞ്ഞാൽ അവൻ കഴിച്ചിട്ടില്ലെങ്കിലും, മുഫ്തറൻ നോമ്പ് മുറിക്കുന്ന ഒരു കാര്യവും അവൻ ചെയ്തിട്ടില്ലെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിലും. വലാ യദുറു തറദ്ദുദുൻ ഫീ ഖത്ഇഹാ ബിഖിലാഫി തറദ്ദുദി ഫി ഇബ്തിദാഇഹാ. അതിനർത്ഥം പറയും. വലാ യദുറു തറദ്ദുദുൻ, ഇങ്ങനെയാണ് ഫിഖ്ഹിൻ്റെ കിതാബുകൾ ഉണ്ടാവുക. ഭയങ്കര ചെറിയ വാക്കുകൾ ഉണ്ടാവുള്ളൂ, ചുരുങ്ങിയ രൂപത്തിലാണ് പറയുക കാര്യങ്ങൾ. ഇത് ഫിഖ്ഹിൻ്റെ ഭാഷയുടെ ശൈലിയാണ്. ഫിഖ് കിതാബ് മത്തിനുകളുടെ ചെറിയ മുഖ്തസറാത്തുകളുടെ ശൈലി ഇങ്ങനെയായിരിക്കും. ഈ ഒരു ശൈലിയിലാണ് കിതാബ് ഉണ്ടാവുക. അത് കുറേ വിശദമായി എഴുതൂല, ചുരുക്കിയിട്ടേ എഴുതുള്ളൂ. എന്തായിരിക്കും
വലാ യദുറു തറദ്ദുദുൻ ഫീ ഖത്ഇഹ. വലാ യദുറു ഉപദ്രവിക്കുന്നതല്ല, എന്നാൽ പ്രയാസം ഉണ്ടാക്കുന്നതല്ല, തെറ്റില്ല, കുഴപ്പമില്ല. വലാ യദുറു തറദ്ദുദുൻ. തറദ്ദുദ് ഇത് തറദ്ദുദ് മുതറദ്ദിദൂൻ വഹും ഫീ റൈബിഹിം മുതറദ്ദിദൂൻ. തറദ്ദുദ് തറദ്ദുദ് അല്ല, മുനാഫിഖീങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ സംശയം. വലാ യദുറു തറദ്ദുദുൻ. തറദ്ദുന് അങ്ങോട്ടാവുക ഇങ്ങോട്ടാവുക, അങ്ങോട്ടാവുക ഇങ്ങോട്ടാവുക, അങ്ങനെ തറദ്ദുദ് എന്ന് പറയാം. മുറിക്കണോ വേണ്ടേ എന്നുള്ള സംശയത്തിലായി. വലാ യദുറു തറദ്ദുദുൻ ഫീ ഖത്ഇഹ. ഖത്ഇഹ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുന്ന അല്ലെങ്കിൽ നിയ്യത്ത് മുറിക്കുന്നതിലുള്ള സംശയം കൊണ്ട് ലാ യദുർ, കുഴപ്പമില്ല. നോമ്പ് മുറിക്കണോ വേണ്ടേ നോമ്പുകാരൻ അങ്ങനെ സംശയിച്ചാൽ കുഴപ്പമില്ല, അതുകൊണ്ട് അവൻ്റെ നോമ്പ് മുറിയില്ല. ഇതാണ് വലാ യദുറു എന്നുള്ളതിൻ്റെ ഉദ്ദേശം. മനസ്സിലായി പറഞ്ഞേ? പക്ഷേ ബി ഖിലാഫി തറദ്ദുദി ഫി ഇബ്തിദാഇഹ. ബി ഖിലാഫ് അല്ലല്ല, ഇങ്ങനെയല്ല, മറിച്ച് ബി ഖിലാഫി തറദ്ദുദി ഫി ഇബ്തിദാഇഹ. ഇബ്തിദാ എന്ന് പറഞ്ഞാൽ തുടക്കം. നോമ്പ് തുടങ്ങണോ വേണ്ടേ എന്നുള്ളതിൽ സംശയത്തിലായി കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല, ആ നോമ്പ് ശരിയാവുകയില്ല. രാത്രി അവനിങ്ങനെ സംശയത്തിലാണ്, നാളെ നോമ്പ് എടുക്കണോ വേണ്ടേ, അങ്ങനെ ആ ചിന്തിച്ച് കിടന്നുറങ്ങിപ്പോയി. അടുത്ത ദിവസം നോമ്പ് കിട്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? നിയ്യത്തിൽ എന്ത് വേണം? ഉറപ്പ് വേണം, ആസ്മ വേണം, യഖീൻ വേണം. എന്നാൽ നോമ്പുകാരനായിരിക്കെ അവനിങ്ങനെ ചിന്തിക്കുകയാണ്, നോമ്പ് മുറിക്കണോ വേണ്ടേ. അത് എന്ത് ചെയ്യില്ല, എന്തുകൊണ്ട് മുറിക്കില്ല? നോമ്പുകാരനാണ്, എന്തുകൊണ്ട് എന്താ മുറിക്കാത്തത്? അതിൻ്റെ അവിടുത്തെ സംശയം പ്രയാസം ഉണ്ടാക്കാത്തത്. അവിടുത്തെ സംശയം പ്രയാസമായി, ഇവിടുത്തെ സംശയം പ്രയാസമില്ല. അതിൻ്റെ കാരണം ഇവിടെ ഓൾറെഡി നോമ്പിലാണ് അല്ലേ? അൽ അസ്ലു മാക്കാൻ അലാ മാക്കാൻ. എന്തായിരുന്നോ നിലവിലെ സ്ഥിതി അതിൽ തുടരുക എന്നതാണ് അസ്ല്. അതാണ് യഖീൻ. മുതയക്കനായ കാര്യം എന്താ? നോമ്പുണ്ട് എന്നുള്ളതാണ്. നോമ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മുറിക്കണമെന്ന് സംശയിച്ചത് കൊണ്ട് അവൻ്റെ നോമ്പ് മുറിയുകയില്ല, അത് സംശയമാണ്. യഖീൻ എന്താ? നോമ്പുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായി പറഞ്ഞേ? എന്നാൽ നോമ്പില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് നാളെ നോമ്പ് എടുക്കണമെന്നുള്ളതോ അതിൽ സംശയിച്ചു കഴിഞ്ഞാലോ അവൻ്റെ നോമ്പ് മനസ്സിലായി. നിങ്ങൾക്ക് പറഞ്ഞേ? ഇതിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് ഖവാൽ ഫിഖ്ഹിയ മറ്റൊക്കെ വരുമ്പോൾ ഇതിൽ വരും. അതായത് ഇത് ഖാഇദയിൽപ്പെട്ടതാണ്, അടിസ്ഥാനങ്ങളിൽപ്പെട്ടാണ്. അസ്ൽ എന്താണോ അതിന്മേൽ നിൽക്കുക എന്നുള്ളത്. അതുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന സംശയങ്ങൾ പലതും ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. എല്ലാത്തിനും പരിഗണന ഇല്ല എന്നല്ല, പക്ഷെ പലതിനും പരിഗണന ഇല്ല. അത് ദീനിൻ്റെ എളുപ്പങ്ങളിൽപ്പെട്ടതാണ്, ഈ ശരീഅത്തിൻ്റെ ഭംഗിയിൽപ്പെട്ടതാണ്. യഖീൻ എന്താണോ അതിന് നിന്നാൽ മതി. പിന്നെ ഉണ്ടാകുന്ന ഡൗട്ടുമ്പോൾ കയറിയിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, വുളു എടുത്തിട്ടുണ്ട് നല്ല ഉറപ്പുണ്ട്, പോയോന്ന് മാത്രമേ സംശയം, എങ്കിലോ വുളു ഉണ്ട് എന്നുള്ളതാണ് അസ്ല്, പിന്നെ വുളു എടുക്കണ്ട. എന്നാൽ വുളു എടുത്തിട്ടില്ല എന്നല്ല ഉറപ്പാണ്, എടുത്തോ എന്നൊരു ചെറിയ സംശയം, എങ്കിലും വുളു എടുത്തിട്ടില്ല എന്നുള്ളതാണ് അസ്ല്. അത് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വുളു പോയത് ഓർമ്മയുണ്ട്, എടുത്തത് ഓർമ്മയില്ല, എങ്കിൽ വുളു എടുക്കണം. വുളു എടുത്തത് ഓർമ്മയുണ്ട് പക്ഷെ പോയത് ഓർമ്മയില്ല, എങ്കിൽ വുളു ഉണ്ട് എന്നുള്ളതാണ് അസ്ൽ. വുളു ഉണ്ട് എന്നുള്ളതാണ് അസ്ൽ. ഇതേപോലെ തന്നെ ഇബാദത്തിൽ, നിസ്കാരത്തിലൊക്കെ ഇതിന് കുറേ ഉണ്ട്, പലയിടത്തും ഇതുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇവിടെയുള്ളത്, രാത്രിയിൽ ഒരുത്തരും നോമ്പില്ല, നാളെ നോമ്പില്ല എന്നുള്ളതാണ് അസ്ൽ. അവൻ നോമ്പ് നീയത്ത് വെക്കാത്തടത്തോളം അവന് നോമ്പുകാരനല്ല. അപ്പോൾ പിന്നെ നോമ്പിൻ്റെ കാര്യത്തിൽ സംശയത്തിലായിട്ട് നേരം പുലർന്നാലോ നോമ്പ് കിട്ടില്ല. സുന്നത്ത് നോമ്പിൽ ഇതല്ല സംശയം, അതുവരെ നിങ്ങൾ നീയത്തിലായിട്ടില്ല, സുന്നത്ത് നോമ്പിൽ പ്രവേശിച്ചിട്ടില്ല. സുന്നത്ത് നോമ്പിൽ നിങ്ങൾ എപ്പോഴേ പ്രവേശിക്കുള്ളൂ, കുറച്ച് തീരുമാനം എടുക്കുമ്പോഴല്ലാതെ സുന്നത്ത് നോമ്പിൽ പ്രവേശിക്കുകയില്ല. അത് ഞാൻ രാവിലെ ഇങ്ങനെ എണീച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇപ്പം നോമ്പ് വേണോ അങ്ങനെ ആലോചിച്ച് അങ്ങനെ മരുപുരെത്തിയാലോ അവൻ നോമ്പായിട്ടില്ല, അവൻ നോമ്പ് എടുത്തിട്ടില്ല. പക്ഷേ ഉറപ്പായി തീരുമാനം എടുത്താൽ അത് മുതലേ നോമ്പാവുള്ളൂ. ശരി പറഞ്ഞേ? ഇത് അസ്ൽ എന്താണോ അതാണ് അവിടെ പരിഗണിക്കുക. അതായത് മാഷാ അല്ലാഹ് ഭയങ്കരമായ ദീനിൻ്റെ ഭംഗി അറിയിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇതാണ് നിയത്തുമായി ബന്ധപ്പെട്ട പാഠങ്ങളിലുള്ളത്. നിങ്ങൾ ശരീഅത്ത് പഠിക്കുമ്പോൾ ഉള്ള മനോഹരമായതിൻ്റെ കാരണപ്പെട്ടത് ഇതിൻ്റെ തറാബുത്ത്, പരസ്പരമുള്ള യോജിപ്പ്, മനുഷ്യൻ്റെ അഖലിനെ ഭയങ്കരമായി ഇത് എന്ത് ചെയ്യും, അഖലിന് വെള്ളം കൊടുക്കുന്ന പോലെയാണ് നോമ്പിൻ്റെ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പഠിക്കുന്നത്.
നമുക്ക് പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മളെ അഖലിനെ പരിപോഷിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഫിത്രത്തിനെ പരിപോഷിപ്പിക്കുന്നുണ്ട്. കാരണം ചില ഇസ്ലാം സ്വീകരിച്ച ആളുകളോട് ചോദിച്ചപ്പോൾ എന്താ ഇസ്ലാം സ്വീകരിച്ചെന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇസ്ലാമിൽ എന്തൊരു കാര്യം ഞാൻ നോക്കുമ്പോഴും പിന്നെ അതെങ്ങനെ ഏതൊരു കാര്യം നോക്കിയാൽ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കത് കണ്ടാൽ തോന്നുക ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു മോശമാകുമായിരുന്നു. ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അപ്പോൾ തന്നെ തോന്നും ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാകില്ലായിരുന്നു. അപ്പോൾ കൃത്യമായിട്ടാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. വിധിവിലക്കുകളൊക്കെ വളരെ ഭംഗിയിൽ, വളരെ ക്രമത്തോടുകൂടി, വളരെ ഭംഗിയിലും യോജിപ്പിലുമാണ് ദീനിലെ ഇബാദത്തുകളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇസ്ലാമിൽ മനുഷ്യന് സംശയമുണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന വലിയ വഴികളിലൊന്നാണ് ഇസ്ലാമിൽ ഫിഖ് പഠിക്കാനുള്ളത്. ഫിഖ് പഠിക്കുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അള്ളാഹുവിന് ഉറപ്പ് വരും ദീൻ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണ്. കാരണം ഇതിപ്പോൾ നോമ്പാണ്, നിസ്കാരം ഇതേപോലെ തന്നെ വളരെ വൃത്തിയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഇവിടുന്ന് എടുത്തു നോക്കിയപ്പോൾ നമ്മളിപ്പോൾ നോമ്പിൻ്റെ വിധി പറയാൻ എവിടെ പോയത്? ഹജ്ജിലേക്കാണ് പോയത്. നോക്കൂ, ഇവിടുന്നൊക്കെ ഇത് വളരെ യോജിപ്പിലാണ് നിലകൊള്ളുന്നത്. ദീന് അതിൽ ഒരു മനുഷ്യന് യഖീൻ നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അവൻ ദീൻ്റെ വിധിവിലക്കുകൾ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ഇതിൻ്റെ ബാക്കി പൂർത്തീകരണം എടുക്കാം. അള്ളാഹു ദീന് പഠിക്കാനും മനസ്സിലാക്കാനും റമദാനിൽ അള്ളാഹുവിന് തൃപ്തികരമായ വിധത്തിൽ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം ബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.